عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يشرك بالله فقد ضل ضلالا بعيدا. وقد قال النبي صلى الله عليه وسلم ألا أنبئكم بأكبر الكبائر؟ قالوا بلى يا رسول الله. قال الاشراك بالله. محمد ذكره روح لأنفسنا. محمد شكره فرضا على الأمم. مولاي صل وسلم على حبيبك خير فوق النبيين في خلق وفي خلق ولم يدانه في علم ولا كرم. مولاي صل وسلم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا الخلق كلهم. സർവാധന്യരായ ബഹുമാനപ്പെട്ട ഉസ്താദ് മുസ്ലിയാർ, ബഹുമാന്യനായ MT അബൂബക്കർ ഉസ്താദ്, ബഹുമാന്യനായ മദ്രസ ഉസ്താദ് ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമായിട്ടുള്ള പണ്ഡിത മഹത്തുക്കളെ, നല്ലവരായ രക്ഷിതാക്കളെ, കർമ്മോത്സവരായ വിദ്യാർത്ഥി യുവജന സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒത്തുകൊള്ളിൽ സാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. നമ്മെ നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, നമ്മുടെ ബന്ധപ്പെട്ടവർ, സഹായിച്ചവർ, സ്നേഹിച്ചവർ, സഹകരിച്ചവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ എല്ലാവരെയും അല്ലാഹു സ്വർഗ്ഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും അവരിന്ന് മരണപ്പെട്ട ഒരു ഖബർ ജീവിതം അല്ലാഹു സന്തോഷത്തിലും റാഹത്തിലുമാക്കി തീർക്കട്ടെ. ബിഹഖി നബിയിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനികളെ, വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇടയിലൊക്കെ ഓരോ കസാരകൾ ഒഴിഞ്ഞു കാണുന്നുണ്ട്. ഈ കളകൾ നിന്ന് പ്രയാസപ്പെട്ടുകൊണ്ടാണ് അവരോട് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇരിക്കുന്നവർ മുന്നിൽ കയറി നിന്നാൽ കസാര അവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ആ സ്ഥലം വേസ്റ്റാകും. അവിടെ സ്ഥല പരിമിതി നമുക്കുണ്ട്. നേരെ മുന്നിൽ ഒരു സ്റ്റൂളോ കസാര ഒഴിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും ബേക്കിൽ ഇരിക്കുന്നവർ കയറിയിരുന്നാൽ വലിയ സഹകരണമാകും, വലിയൊരു വിജയമാകും. അൽഹംദുലില്ലാഹ്, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരാണ്, പറഞ്ഞാൽ അനുസരണമുള്ളവരാണ്. നമുക്കറിയാം അള്ളാഹു ഈ അനുസരണ ബോധമാണ് നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം. അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. ഒന്ന് അടുപ്പിച്ചിരിക്കുകയും ചെയ്താൽ ബേക്ക് കുറച്ചുകൂടി ചേരിടാനും സംഘാടകർ കഴിയുന്നതാണ്. എല്ലാവരും ഒന്ന് സഹകരിക്കുക.
നമ്മുടെ സംഘാടകർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അത്രയും ആളുകളാണ് ഇവിടെ അൽഹംദുലില്ലാഹ് തടിച്ചുകൂട്ടിയിരിക്കുന്നത്. അൽഹംദുലില്ലാഹ് അതിന് ഏറ്റവും കടപ്പ് കാണിയത് മുജീബ് തന്നെയാണ്. അവരാണല്ലോ അങ്ങനെ വേദിക്ക് അവസരം ഉണ്ടാക്കി തന്നത്. എങ്ങനെയും പരമാവധി എല്ലാവരും സഹകരിച്ചിരിക്കുക. ധാരാളം ആളുകൾ വളരെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഈ സംരംഭം കണ്ടുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി തന്നെ നമ്മുടെ പ്രിയങ്കരനായ അത് വിശദീകരിക്കേണ്ടായി. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദീർഘകാലം വിശുദ്ധമായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് നേതൃത്വം നൽകാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. പ്രിയമുള്ളവരെ, നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനിനെ വികൃതമാക്കിക്കൊണ്ട് ചില ആളുകൾ നാം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ശിർക്കും ബിദ്അത്തുമാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഇവിടെ മുസ്ലിമീങ്ങൾ ഐക്യത്തോടെ ജീവിക്കുമ്പോൾ, ഒരു മനസ്സോടെ, ഒരേ ചിന്തയോടെ, ഒരേ ആദർശത്തോടെ ജീവിക്കുമ്പോൾ മുസ്ലിമീങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചുകൊണ്ട് ഭിന്നിപ്പിന് ശ്രമിക്കുന്ന വളരെ ദുഃഖകരമായൊരു സാഹചര്യത്തിലാണ് നാം ഇങ്ങനൊരു സംരംഭം ഇന്നിവിടെ സംഘടിപ്പിക്കേണ്ടി വന്നത്. നമുക്കറിയാം, ഈ പ്രദേശം നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ 99% ആളുകൾ, അതല്ല 100 എന്ന് തന്നെ പറയാവുന്ന അത്രയും ആളുകൾ വിശുദ്ധമായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തി അതനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് ഇവിടുത്തെ നല്ലവരായ ആളുകൾ. ഈ ഇരിക്കുന്ന ആണുങ്ങൾ, അതേപോലെ പല ഭാഗങ്ങളുമായി കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാർ, നാം വിശ്വസിക്കുന്നത്, നാം പ്രചരിപ്പിക്കുന്നത് അവരൊക്കെ മുസ്ലിമീങ്ങളാണ്. അവരൊക്കെ പരിശുദ്ധമായ മുസ്ലിമീങ്ങളാണെന്നാണ് നാം വിശ്വസിക്കുന്നതും നാം പ്രചരിപ്പിക്കുന്നതും. പക്ഷേ ഖേദകരമെന്ന് പറയാം, ഈ കാണുന്ന മുസ്ലിമീങ്ങളെക്കുറിച്ച് ഒന്നടങ്കം ഇവിടെ വന്ന് പ്രസംഗിച്ച മൗലവി ഇവിടെ വെച്ചും പല ഇടങ്ങളിലും ഇവരുടെ പുസ്തകങ്ങളിലും ഇവരുടെ സ്റ്റേജുകളിലുമൊക്കെ നിരന്തരമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ മുഷ്രിക്കുകളാണ്, കാഫറുകളാണ്. എത്ര ഗുരുതരമായൊരു ആരോപണമാണ്. ഇക്കണോമാരൊക്കെ കാഫറാണ്. എന്താണ് ആ പറഞ്ഞ വാക്കിന്റെ അർത്ഥം? എത്ര ഗുരുതരമായൊരു വാക്കാണത്. അതാരായി പറയുന്ന ആളുകൾ? ഇന്നലെ മിനിഞ്ഞാന്ന് ഗൾഫിലേക്കൊന്ന് പോയി. ഇതെങ്ങനെ പോയത്? ഇവിടെ കുത്തുബിയത്തും ചൊല്ലി ഉസ്താദുമാരൊക്കെ ദ്വാരന്ന് കഷ്ടപ്പെട്ട് ഇവരെ നല്ല നിലക്ക് ദ്വാരന്ന് പറഞ്ഞയച്ച ആളുകൾ. അവിടെ ചെല്ലുമ്പോ ഏതോ ചില ആളുകളുടെ, ഗൾഫിൽ എത്രയോ നല്ലവരുണ്ട്, അവരൊപ്പം കൂടിയില്ല. ഏതോ ചില ബിദ്ഈ കക്ഷികളെ പിന്നാലെ കൂടിയത് കൊണ്ട് ചില തെറ്റിദ്ധാരണകൾ വന്നുപോയപ്പോ അവർക്കിതൊക്കെ ഷിർക്കായി. ഷിർക്കായി മാത്രമല്ല, കാഫറായി നമ്മളൊക്കെ വളരെ പച്ചയായി തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഇല്ലെന്ന് പറയാൻ കഴിയില്ല. ഇപ്പോൾ ചിത്രങ്ങൾ അതിൽ പോലും വളരെ ഗൗരവത്തിൽ എഴുതി വെച്ചിരിക്കുന്നു കുബൂരികളോടുള്ള അഹ്ലുസുന്നയുടെ നിലപാട്. കുബൂരി പറഞ്ഞാൽ നമ്മളെക്കുറിച്ച് പറയണ നല്ലൊരു ഓമനപ്പേരാ കുബൂരികൾ. നമ്മളൊക്കെ ഖബറിന്റെ ആൾക്കാരാണ്. ഇവർക്കിന് ഖബറും അഷറൊന്നുമില്ല, അതുകൊണ്ട് എന്തും പറയാലോ. ഖബറുമില്ല, മഷറില്ല, പരലോകമില്ല, ഒന്നുമില്ല, ഇവർക്ക് എന്തും പറയാലോ. നമ്മൾ കുബൂരികളാണ്. നമ്മളെക്കുറിച്ച് പറയാം കുബൂരികൾ. ഈ കുബൂരികളോടുള്ള നിലപാടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ പുസ്തകത്തിൽ തുറന്നെഴുതി നോക്ക് നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? കുബൂരികളെ തുടർന്ന് നിസ്കരിക്കാൻ പാടില്ല. ഉസ്താദിന്റെ പിന്നാലെ നിസ്കരിച്ചാൽ, ഇവിടുത്തെ പള്ളിക്കത്തെ ഉസ്താദിന്റെ പിന്നാലെ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവൂല. ഇത് പറയുമ്പോൾ ഇവിടുത്തെ സലഫികൾ, മുജാഹിദുകൾ, വഹാബികൾ അവരെ നിസ്കാരത്തിന്റെ അവസ്ഥ ആലോചിക്കേണ്ടത്. അവർക്ക് പോയി തുറന്ന് നിസ്കരിക്കാം. മാത്രമല്ല, കുബൂരികളെ പിന്നാലെ തുറന്ന് നിസ്കരിക്കാൻ പാടില്ലെന്ന് മാത്രമല്ല, അവരുടെ മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല. അവരുടെ മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല. ഈ കുബൂരികൾ പറഞ്ഞാൽ ആരാണ്? അത് മുതൽ പറയുന്നുണ്ട്. ആരാണ് ഈ കുബൂരികൾ എന്ന് പറഞ്ഞാൽ? കുബൂരികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ബുർദക്ക് ചെല്ലുന്ന ആളുകളാണ്.
നമ്മളെ ബുർദയിലിട്ടല്ല തുടങ്ങിയത്. ഞാൻ ഒന്നാമത്തെ കുബൂരി ഇട്ട് കൂട്ടട്ടെ, നിങ്ങളെ കൊണ്ട് ചെല്ലിപ്പിക്കുകയും ചെയ്തു, നിങ്ങളും കുബൂരിയാണ്. അപ്പൊ നമ്മൾ പിന്നാലെ തുടരാൻ പാടില്ല, മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല തുടങ്ങി മുസ്ലിമീങ്ങളോട് ചെയ്യുന്ന ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ല. അറുത്തത് തിന്നാൻ പാടില്ല. പാവം ഇവിടുത്തെ മുജാഹിദുകളെ കഥ കട്ടപ്പകൻ. കാരണം അവർക്ക് അർത്ഥം കിട്ടുന്നത് അറുക്കണൊക്കെ പള്ളിക്കത്ത് മൊല്ലാക്ക 1 നമ്പർ കുബൂരിയ. കാരണം കുത്തുബിയത്ത് കാര്യമായിട്ട് അവർക്കുണ്ടാവും. നമ്മളൊക്കെ എപ്പോഴേക്കും വിളിക്കുള്ളൂ, പള്ളിക്കത്ത് മൊല്ലാക്കാൻ എല്ലാവരും വിളിക്കും. നാട്ടിലെ മൗലൂദ് മുഴുവൻ മൊല്ലാക്കെ നിർവഹിക്കുക. ആ മൊല്ലാക്ക 1 നമ്പർ കുബൂരി. അപ്പൊ അദ്ദേഹം അറുത്ത് തിന്നാൻ പാടില്ല. പിന്നെയോ അവരുമായി കൊണ്ട് വിവാഹബന്ധം പാടില്ല. കാര്യം തീർക്കേണ്ടി വരില്ലേ പലരും? ഇവരെവിടുന്ന കെട്ടിയിട്ടുള്ളത്? ഇവരെവിടുന്നാ കല്യാണം കഴിച്ചിട്ടുള്ളത്? ഒന്നെങ്കിൽ ഒഴിവാക്കണം, അല്ലെങ്കിൽ നിക്കാഹ് ആദ്യം ചെയ്യേണ്ടി വരൂലേ? നമ്മളെ കല്യാണത്തിൽ പങ്കെടുക്കാൻ പറ്റുമോ? അതും പറ്റൂലല്ലോ. ആദിക്കുന്ന് എല്ലാം ആദ്യമായി ആലോചിക്കേണ്ട ഒരു അവസ്ഥയിലാണ് കേരള വഹാബികളുള്ളത്. ഇവരുടെ പുതിയ പുസ്തകമാണ്, പഴക്കൊന്നുമില്ല. 2015 ഒക്ടോബറിൽ ഇറങ്ങിയത്, കഴിഞ്ഞ മാസം 9 മാസം. നമ്മളെ കുറിച്ച് പച്ചയായി പറയുന്നു, നമ്മൾ മുശ്രിക്കുകളാണ്, കാഫിറുകളാണ്. എന്റെ പ്രിയമുള്ള മുസ്ലിമീങ്ങൾ ഗൗരവത്തോടെ കാണണം. എന്താ ഇപ്പൊ മുശ്രിക്ക് എന്നൊക്കെ പറഞ്ഞാൽ ചിലർ അതിന് പറഞ്ഞോട്ടെ, ചിലർ പറയാൻ പറ്റൂല അറിയില്ല. പിന്നെ കൊണ്ടുവരാൻ വന്ന 2 പ്രവർത്തകന്മാർ പറഞ്ഞു അത് ഒരിക്കലും പറയാനുള്ള സമ്മതിക്കൂലായിരുന്നു. അത് ഈമാന്റെ ഒക്കാണ്. ചിലർ അതിപ്പോ എന്താ അതിലുണ്ട് കുറച്ചൊക്കെ പറഞ്ഞോട്ടെ, അതിനിപ്പോ എന്താ, ആ കുഴപ്പമൊന്നുമില്ല, നമ്മളെ വാപ്പ കാഫറാണ്, ആന്ന് കുഴപ്പമില്ല. എന്താ അങ്ങനെയാണ് ചെയ്യാ? എത്ര ഗുരുതരമായ ആരോപണമാണിത്. ഏറ്റവും ഗുരുതരമല്ലേ? വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, മൻ യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിനോട് ശിർക്ക് വെച്ച് കഴിഞ്ഞാൽ, ശിർക്കൻ വിശ്വാസം ഒരാളെ മനസ്സിൽ കടന്നു വന്നു കഴിഞ്ഞാൽ, ഫഖദ് ളല്ല ളലാലൻ ബഈദാ. വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസായിലൂടെ അല്ലാഹു പറയുകയാണ്, അവൻ വ്യക്തമായ പിഴപിഴച്ചുപോയി, അവൻ വളരെ വടികേടിലായിപ്പോയി. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു ഒരിക്കലും പൊറുക്കാത്ത പാപമുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആൻ പറയുന്നു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി. അല്ലാഹു ഒരിക്കലും പൊറുക്കാത്ത ഏറ്റവും വലിയ വൻ പാപമാണ് ശിർക്ക്. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിനോട് ശിർക്ക് വെച്ച് കഴിഞ്ഞാൽ, ഒരു ശിർക്കൻ വിശ്വാസം ഒരാളിൽ വന്നു കഴിഞ്ഞാൽ, ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവന്റെ മേൽ അല്ലാഹു സ്വർഗത്തെ ഹറാമാക്കിയിരിക്കുന്നു. സ്വർഗം അവനക്ക് ഹറാമാണ്. അവന്റെ മടക്കസ്ഥലം നരകമാണ്. സൂറത്തുൽ മാഇദ 72. എത്ര ആയത്തുകൂടെയാണ് അല്ലാഹു പറയുന്നത്? ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, നോക്കുന്നു, അലാ ഉനബ്ബിയകും ബി അക്ബറിൽ കബാഇർ, ഏറ്റവും വലിയ വന്തോഷം സഹാബികളെ നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ? 3 പ്രാവശ്യം റസൂലുള്ളാഹി ചോദിക്കുകയാണ്, അലാ ഉനബ്ബിയകും ബി അക്ബറിൽ കബാഇർ, ഏറ്റവും വലിയ വന്തോഷം നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ? സഹാബത്ത് പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അത് നബിയെ ഒന്ന് പറഞ്ഞു തരുമോ, ഒന്ന് പറഞ്ഞു തരുമോ നബിയെ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്നു, സഹാബത്തെ, അൽ ഇശ്റാഖു ബില്ലാഹ്, അല്ലാഹുവിനോട് ശിർക്ക് വെക്കുക, ശിർക്കൻ വിശ്വാസമുണ്ടാകുക, അതാണ് ഏറ്റവും വലിയ തെറ്റ്, ഏറ്റവും വലിയ പാപം. അതിന്റെ ആൾക്കാരാണ് നമ്മൾ. എന്താ ശിർക്ക്? മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ മുരിക്ക് പോലൊരു സാധനമാണ് മുശ്രിക്ക് എന്നത്. മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ ആരാ? ബഹുദൈവ വിശ്വാസിയാണത്രേ നമ്മളൊക്കെ. മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ അർത്ഥം പറഞ്ഞാൽ ബഹുദൈവ വിശ്വാസി. ഈ ഇരിക്കുന്ന ഉസ്താദുമാരൊക്കെ പല ദൈവങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. ആരൊക്കെ ദൈവങ്ങൾ? ഒന്ന് മുഹിദ്ദീൻ ശൈഖ്, ഒന്ന് മമ്പർത്ത തങ്ങള്, 2 വെളിയങ്കോട്ട് ഉമർ ഖാളി, പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ബഗദാദ് കിടക്കുന്ന അഹമ്മദ് അൽ കബീർ റിഫായി, ഇങ്ങോട്ട് പോയ നാഗൂറിലെ ഷെയ്ഖ്, അതിനപ്പുറത്ത് പോയ ഏർവാടിയിലെ, അതിനപ്പുറത്ത് പോയ മുത്തപ്പേട്ട, അങ്ങോട്ട് പോയ ഭീമപള്ളി. ഇതൊക്കെയാണ് ദൈവങ്ങൾ. നിങ്ങൾ ആലോചിച്ച് നോക്കുക. സത്യത്തിൽ നമുക്കാർക്കെങ്കിലും ഈ മഹത്തുക്കളെ കുറിച്ച് അങ്ങനെ ഒരു വിശ്വാസമുണ്ടോ? അങ്ങനെ ഒരു വിശ്വാസം നമുക്ക് ആർക്കെങ്കിലും ഉണ്ടോ? നമ്മളൊക്കെ വിശ്വസിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും എന്താ?
ഈ പറയപ്പെട്ട ഔലിയാക്കൾ അള്ളാഹുവിന്റെ പരിശുദ്ധരായ ഔലിയാക്കളാണെന്നല്ലേ, അള്ളാഹുവിന്റെ അടിമകളാണെന്നല്ലേ? ഈ പറയപ്പെട്ട ഏതെങ്കിലും ഔലിയാക്കളെ കുറിച്ച് അള്ളാഹുവിനെ പോലെ സ്വയം കഴിവുള്ളവനാണെന്നോ അതല്ലെങ്കിൽ അള്ളാഹുവിനെ പോലെ ആരാധനയ്ക്ക് അർഹനാണെന്നോ ഒരു വിശ്വാസം നമുക്കുണ്ടോ? അത് വരുമ്പോഴല്ലേ വിശ്വാസം ഉണ്ടാവുള്ള ഷിർക്ക്. അല്ലാതെ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും ഷിർക്കാകോ, പാല് കാച്ചുമ്പോഴേക്കും ഷിർക്കാകൂ. പാലന്നെ കാച്ചലുള്ള കൂട്ടരെ ഷിർക്കാകണമെങ്കിൽ പച്ച വെള്ളം കാച്ചാലും ഷിർക്കാകും. കാച്ചും വേണ്ട, വെള്ളം എടുത്താൽ മതി, എടുക്കും വേണ്ട, വിശ്വാസം ഉണ്ടായാൽ മതി. ഈ വെള്ളത്തെക്കുറിച്ച് പാലിനെക്കുറിച്ച് അവന്റെ വിശ്വാസമെന്ത്, അതാണ് ഷിർക്കിലേക്ക് നയിക്കുന്നത്. പാലൊന്നാവണ്ട. അപ്പൊ എന്താണ് ഷിർക്കെന്ന് പോലും അറിയാത്ത ചില ആളുകൾ എല്ലായത്തിനെ കുറിച്ച് പറയും ഷിർക്കാണ്, കുഫറാണ്, ബിദ്അത്താണ്, പൈശാചികമാണ്. എന്നിട്ട് പറയും നമ്മളൊക്കെ മുശ്രിക്കുകളാണ്, കാഫിറുകളാണ്. എന്നിട്ട് തെളിവോ വിശുദ്ധ ഖുർആൻ. ഏതിന്? ഈ 5 വഖത്ത് നിസ്കരിക്കുന്ന, അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന, ഷിർക്കിനെ കുറിച്ച് പേടിച്ച് ജീവിക്കുന്ന, അള്ളാഹുവിൽ മാത്രം സർവ്വതും സമർപ്പിച്ചുകൊണ്ട് സർവബോധത്തോടുകൂടി ജീവിക്കുന്ന ഈ പരിശുദ്ധരായ സ്വാലിഹീങ്ങളെ കുറിച്ച് പറയുന്നു. അല്ല, ഇവരൊന്നും മുസ്ലിമീങ്ങളല്ല, മുശ്രിക്കുകളാണ്, കാഫിറുകളാണ്. എന്നിട്ട് നമ്മളെ കണ്ടാലോ അസ്സലാമു അലൈക്കും, കാഫിറിനോട് തലാൻ പറയാൻ പറ്റുമോ? കാഫിറിനോട് തലാൻ പറയാൻ പറ്റും? നമ്മൾ പിന്നാലെ എന്നിട്ട് അല്ലാഹു അക്ബർ ഒരു കിട്ടും. ഡേഞ്ചറാണ് കൂട്ടരെ, ഡേഞ്ചറാണ് ഒരു കിട്ടും. കിട്ടും ഈ കിട്ടും കണ്ടിട്ടില്ലേ? ഒരു അപകടം പിടിച്ച കെട്ട കിട്ടുക. നമ്മളെ കുറിച്ച് പറയുന്നൊരു ആരോപണമില്ലത്. എത്ര ഗുരുതരമായ ആരോപണം! എന്തിന്റെ പേരിലാണ് നമ്മളെ കുറിച്ച് ആരോപിക്കുന്നത്? നേരത്തെ ഉസ്താദ് ഇവിടെ പറഞ്ഞില്ലേ, അള്ളാഹുവിന്റെ പരിശുദ്ധരായ അമ്പിയാക്കൾ, ഔലിയാക്കൾ, ആ മഹത്തുക്കൾ നിന്ന് അദൃശ്യമായ രീതിയിലൂടെ ഗുണം പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ അത് ഷിർക്കാണ് പോലും. അങ്ങനെയാണെങ്കിൽ നേരത്തെ ഉസ്താദിന്റെ ഒട്ടേറെ സംഭവങ്ങൾ തിരിച്ചു. ആ പറയപ്പെട്ട ആലിമീങ്ങൾ, മഹത്തുക്കളായ ആളുകൾ, അവരെ കുറിച്ചൊക്കെ പറയേണ്ടവരില്ലേ? അവരൊക്കെ മുശ്രിക്കുകളാണ്, കാഫിറുകളാണ്. ഈ ഇരിക്കുന്ന ഉസ്താദന്മാർ മാത്രമല്ലല്ലോ, ഇന്നലകളിൽ ഇവിടുന്ന് മരണപ്പെട്ടു പോയൊട്ടേറെ ആലിമീങ്ങൾ നമുക്കറിയില്ലേ? ഈ പ്രദേശത്ത് എത്ര ആലിമീങ്ങൾ ജീവിച്ചുപോയ പ്രദേശങ്ങളാണ്. നമ്മുടെ ഈ ഭാഗങ്ങളിലേക്ക് നമ്മൾ എത്തി നോക്കിയാൽ ഈ നാട്ടിൽ എത്ര സ്വാലിഹീങ്ങൾ ജീവിച്ചു പോയിട്ടുണ്ട്. പറയേണ്ടി വരില്ലേ? അവരൊക്കെ മുശ്രിക്കുകളാ, അവരൊക്കെ കാഫിറുകളാണ്, അവരൊക്കെ ഇസ്ലാം മനസ്സിലാക്കാൻ പോലും കഴിയാതെ മരണപ്പെട്ടു പോയ ഇസ്ലാമിന്റെ പുറത്തുള്ള ആളുകളാണെന്ന് പറയേണ്ടി വരില്ലേ? അവരെ കുറിച്ചൊക്കെ പറയേണ്ടില്ലേ? ഒലക്കെ ഇസ്ലാം എന്ന് പറഞ്ഞ. എന്നിട്ടിപ്പോ സ്വർഗത്തേക്ക് ആരാണ്ടാക? ഈ നാട്ടിൽ നിന്നൊരു 4-5 ആൾക്കാർ. ഓ, നമ്മളൊക്കെ ഇരിക്കുന്ന സമരമൊക്കെ നരകത്തേക്ക്. നാട്ടിൽ നിന്ന് ഇവിടുന്ന് മരിച്ചൂർ പോയവരൊക്കെ അതൊക്കെ പോയി. കാരണം അവരിന്ന് പലരും 1921 മരിച്ചു പോരാ, മുജാഹിദിന്റെ വിരുന്നിനും മരിച്ചുപോയി. അവർക്ക് തൗഹീദ് കാണാനോ കേൾക്കാനോ ഒന്നിനും കഴിഞ്ഞില്ല. അവരങ്ങനെ പോയി. അവരെ കഥ പറയുന്നേ വേണ്ട. പിന്നെ കുറച്ചാൾക്കാർ കേട്ടിട്ടും വിശ്വസിക്കാത്ത ആളുകൾ, അവരെ കഥയും പറയണ്ട. പിന്നെ ഇപ്പൊ സ്വർഗത്തേക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു 4-5 ആൾക്കാർ. നോല് സ്വർഗത്തേക്ക് പോകുമോ? മറുവിഭാഗം മുജാഹിദ് പറയുന്ന നോല് എന്തായാലും നരകത്തിന്റെ അടിത്തട്ടിലാണ്. ഇപ്പൊ ആരാ സ്വർഗത്തേക്ക് ഉണ്ടാകുക? മുജാഹിദ് പണ്ഡിതൻ പറയണ്ടേ, അല്ലെങ്കിൽ തന്നെ ആകെ മുജാഹിദ് കുറച്ചുള്ളൂ. അതിൽ പകുതി പേരും പഴച്ചുപോയി. ഇനി സ്വർഗത്തിലേക്ക് ഇവരുടെ എതിരാളികൾ പറയുന്നു അവർ മാത്രമേ ഇനി സ്വർഗത്തിലേക്ക് ഉണ്ടാവുള്ളൂ. കുറച്ച് ഏറെ ഇനി സ്വർഗത്തേക്ക് ഉണ്ടാവില്ല. ബാക്കിയുള്ളവരൊക്കെ പഴച്ചുപോയി. ആരാ കുറച്ചാൾക്കാര്? മടൂരി ഭാഗത്തിന്റെ ആൾക്കാര്. അവർ മാത്രമേ ഇനിയിപ്പോ സ്വർഗത്തേക്ക് ഉണ്ടാവുള്ളൂ. കാരണം ഇവരെ കുറിച്ചൊക്കെ അവർ വ്യക്തമായി പറയുന്നു, അവർ ഷിർക്കിന്റെ ആളുകളാണ്, മുശ്രിക്കുകളാണ്, കാഫിറുകളാണ്. അത് നിങ്ങൾ ആർക്കും ഇപ്പം നിങ്ങൾക്കോ അവരെന്നെ പറയട്ടെ അവരെ കുറിച്ച്. ഇനിയിപ്പോ സ്വർഗത്തിൽ ചുരുക്കി പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ നിന്നും മലയാള ഭൂമിയിൽ നിന്നും ഒരാൾ സ്വർഗത്തേക്ക് ഉണ്ടാവില്ല. സുന്നികൾ എന്തായാലും നരകത്തില്ല. പിന്നെ പോകാനുണ്ടായിരുന്ന മുജാഹിദോ അവർ പല ഗ്രൂപ്പായപ്പോൾ മറു ഗ്രൂപ്പുകൾ പറയുന്നു അവർ മുശ്രിക്ക് തന്നെയാണ്, അവർ നരകത്തിലാണ്. കേൾക്കുന്നു. നമുക്ക് പറയാനുള്ളത് ശരിക്ക് പിശാച് വിജയിക്കുന്നു, ഇബ്ലീസ് വിജയിക്കുന്നു. കാരണം എന്താ? ഇവിടെ തൗഹീദ് പറയാനുണ്ടായിരുന്നത് ഒരൊറ്റ പ്രസ്ഥാനമുള്ളൂ. ഒറ്റ പ്രസ്ഥാനം, മുജാഹിദ് പ്രസ്ഥാനം മാത്രം. അത് ഭിന്നിപ്പിച്ചാൽ തന്നെ പിശാച് നന്നായി വിജയിച്ചു. ഇപ്പോൾ അതിനൊരു ടീമിനെ ആ തൗഹീദിന് വിരുദ്ധമായ ശൈലിയിലേക്ക് ഘട്ടഘട്ടമായി കൊണ്ടുപോകുന്നതിൽ പിശാച് വിജയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവിടെ ചെറിയൊരു ടീമെ ബാക്കിയുള്ളൂ. മുജാഹിദ് പ്രസ്ഥാനം തന്നെ കേരളത്തിലെ മൊത്തം മുസ്ലിം ന്യൂനപക്ഷമാണ്. അത് രണ്ടായി ഛേദിച്ച് അതിനൊരു ടീം മാത്രമാണ് ഈ ഇവിടെ തൗഹീദ് പറയാനും പ്രചരിപ്പിക്കാനൊക്കെ ബാക്കിയുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ നരകത്തില്ല.
ഒരു കുറച്ചാൾക്കാർ മാത്രം മടവൂരിയാണ്. എവിടേക്ക് എത്തി നിങ്ങളാക്കുന്നത്? ഇപ്പൊ ഷിർക്ക് പറഞ്ഞപ്പോ ഷിർക്ക് എന്തൊക്കെ അറിയോ? ഇപ്പൊ ഒരു മൗലവി പ്രസംഗിക്കാണ് ഷിർക്ക് പറഞ്ഞ അയാൾക്ക് പൂതിയായിട്ട് പറയാണ് ഒരു സ്ത്രീയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന പോലും ഷിർക്കാണ് പറയുന്നത്. ഇവർക്കിപ്പോ തൊട്ടതും കാണുന്നതൊക്കെ നേരത്തെ ഉസ്താദ് പറഞ്ഞ പോലെ മഞ്ഞക്കണ്ണാട വെച്ചാൽ കാണുന്നതൊക്കെ മഞ്ഞ എന്ന് പറഞ്ഞതുപോലെ ഇവർക്കിപ്പോ ഷിർക്ക് 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 എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കാണുന്നതൊക്കെ ഷിർക്കായിരിക്കും. ഒരു മൗലവി പ്രസംഗിച്ചിട്ടുള്ളൂ, അദ്ദേഹം പറയാണ് സ്ത്രീകളെ ഹോസ്പിറ്റലിലേക്ക് കൂടി കൊണ്ടുപോകാൻ പാടില്ല, അതൊരു ഷിർക്കാണ്. അത് ശരിയാണ്. ഇവര് പറഞ്ഞ മാനദണ്ഡം വെച്ച് നോക്കുമ്പോൾ അതും ഷിർക്കാവണം. കേട്ടോളൂ. മനസ്സിലാക്കേണ്ടതുണ്ട്, 9 മാസം ഗർഭാശയത്തിൽ ഒരു കുഞ്ഞിനെ നിർമ്മാണം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ എല്ലാ വാക്സിനേഷനുകളും കൊടുക്കാൻ അറിവും കഴിവുമുള്ളവനാണ് പടച്ചതമ്പുരാൻ. അപ്പോൾ ഈ പുതിയ ചെകുത്താന്മാരുടെ വിഷം എന്തിനാണ് കുഞ്ഞുങ്ങളിലേക്ക് കൊടുക്കുന്നത്? മാത്രവുമല്ല, പുതിയൊരു ചോദ്യം ഈ സദസ്സിനോട് എനിക്ക് അടിവരയിട്ട് ചോദിക്കും. നമ്മൾ ശിർക്കിനെതിരല്ലേ? അള്ളാഹു അല്ലാത്ത ഒരുത്തന് കീഴ്പ്പെടുകയോ അവൻ പറയുന്നത് അവനും കൂടി കൂടിയെങ്കിലേ അള്ളാന്റെ പണി മുഴുവനാകുമെന്നോ വിചാരിക്കുന്ന ശിർക്കല്ലേ? എങ്കിൽ എന്റെ വിചാരം, എന്റെ കുഞ്ഞിനെ പൂർണ്ണതയോടുകൂടി സൃഷ്ടിച്ച് എല്ലാ വാക്സിനേഷനും കൊടുത്ത് പുറത്തേക്ക് കൊണ്ടുവരാൻ അള്ളാഹു മാത്രം മതി. പോരാ, അള്ളാന്റെ കൂടെ ഡോക്ടർമാരും ഗൈനക്കും കൂടെ കൂടണമെന്നാണ് വിചാരമെങ്കിൽ അത് ശിർക്കാണ്, കൊടിയ ശിർക്കാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെയുണ്ട്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പാടില്ല, ഷിർക്കാണ്, കടുത്ത ഷിർക്കാണ്, കൊടിയ ഷിർക്ക് എന്ന് പറഞ്ഞാൽ ചെറുതൊന്നല്ല. ഇവർക്ക് അങ്ങനെ കുറെ ഷിർക്ക് പല ഐറ്റംസ് ഉണ്ട്. ചെറിയ ഷിർക്ക്, അതിന് ഒച്ചപ്പുറമുള്ളവര് അവരെങ്ങനെ മേടിയിൽ പോണ ഹൈ ക്വാളിറ്റി ഉള്ള ഷിർക്ക് ഉണ്ട്, പല ഐറ്റം ഉണ്ട്. ഇതിൽ കൊടിയ ഷിർക്കപ്പെട്ടാണ്. പറയട്ടെ, നിങ്ങൾ എങ്ങനെ വിശ്വസിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല. മൂപ്പർക്ക് അതൊന്നുമില്ല. മൂപ്പർ തുടങ്ങാണ്. കഴിഞ്ഞപ്പോ ഇത് നമ്മളോടല്ലോ പറയുന്നത്. മുജാഹിദിന്റെ വേദിയിൽ അവരുടെ മുജാഹിദിന്റെ ഗേൾസ് മൂവ്മെന്റിന് MGM എടുത്തു കൊടുക്കുന്ന ക്ലാസ്സാണ്. സ്ത്രീകൾക്ക് മാത്രത്തിലുള്ള ക്ലാസ്സാണ്. നിങ്ങൾ എങ്ങനെ വിശ്വസിച്ചാൽ എന്റെ വിശ്വാസം അങ്ങനെയാണ്. അവർക്ക് അങ്ങനെയല്ല, ഓരോരുത്തർക്കും ഓരോ വിശ്വാസമാണ്. പറയട്ടെ, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത് കൊണ്ട് ഞാൻ എന്റെ ഭാര്യയോ എന്റെ മക്കളോ നിങ്ങൾ ഗർഭമല്ല, നിങ്ങളെ കുട്ടികളായിരിക്കും. പറയും, എനിക്ക് സ്വാതന്ത്ര്യമുള്ളയിടത്തുള്ള പെൺകുട്ടികളോ ഗർഭം ധരിച്ചാൽ ഒരു ഡോക്ടറെയും കാണാൻ സമ്മതിക്കില്ല. കാരണം ഞാൻ അവരോട് പറയും അത് ശിർക്കാണ്. കണ്ടോ എവിടെത്തിപ്പോ, എവിടേക്കെത്തി ഷിർക്ക്? ശരിയാണ്, അദ്ദേഹം പറഞ്ഞ ശരിയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മാനദണ്ഡം വെച്ച് നോക്കുമ്പോ സ്ത്രീകളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ഷിർക്ക് തന്നെയാണ്. കാരണം മുജാഹിദിന്റെ മാനദണ്ഡം എന്താ? ആ മാനദണ്ഡം വെച്ച് നോക്കുമ്പോൾ കൊണ്ടുപോകാൻ പാടില്ല. കാരണം അവർക്ക് ഷിർക്കറിന് എന്താ? അവർക്ക് ഷിർക്കറിന് അള്ളാഹു അല്ലാത്തവരെന്ന് ഒരു അദൃശ്യമാരുടെ ഗുണം പ്രതീക്ഷിക്കുക. അത് അള്ളാഹിനോടുള്ള പങ്കു ചേർക്കലല്ലേ? അപ്പൊ ഡോക്ടറെ പങ്കു ചേർത്തില്ലേ? അപ്പൊ ഷിർക്കല്ലേ? ഷിർക്കാണ്. നിങ്ങൾ സകലതും ഷിർക്കാവേണ്ടി വരും. ഇനി പ്രസവത്തിന് കൊണ്ടുപോകുന്നത് മാത്രമല്ല, ഒരു പനി വന്നുകൊണ്ട് ആ പനിയൊന്ന് മാറാൻ ഡോക്ടറെ സമീപിച്ചു കഴിഞ്ഞാൽ അതും ഷിർക്കാണെന്ന് പറയേണ്ടി വരും. പറയേണ്ടി വരും. കാരണം എന്താ? ഷിഫയാക്കുന്നവനാരാ? ഷിഫയാക്കുന്ന ലോകത്താരാ? അത് അള്ളാഹു മാത്രമല്ലേ? വിശുദ്ധ ഖുർആൻ അങ്ങനെയല്ലേ പറഞ്ഞത്? രോഗം ഷിഫയാക്കുന്നവനാരാ? അള്ളാഹുവാണെന്ന് ഖുർആൻ പറഞ്ഞത്. അപ്പൊ ഡോക്ടർക്ക് പോയാലോ? അതും ഷിർക്കാന്ന് പറയേണ്ടി വരും. സത്യം പറഞ്ഞാൽ മുജാഹിദ് പെടാൻ പോകുന്നു. ഞാൻ ഇളകാനും പറയാനും പറ്റില്ല. ചായ മാനോട് ചോദിക്കാൻ പറ്റുമോ? എങ്ങനെ ചോദിക്കാം? നമ്മളെ നമ്മളെ ഭക്ഷിപ്പിക്കുന്നതും കുടിപ്പിക്കുന്നവനും ആരാ? ആരവിടെ കുടിപ്പിക്കുന്നവനാരാ? അല്ലാഹു. ഭക്ഷിപ്പിക്കുന്നവനാരാ? രാവിലെ നേരം കൊടുത്ത് ഭക്ഷണം വേണം, ചപ്പാത്തി വേണം, അപ്പം വേണം, പൊറോട്ട വേണം. മാനോട് ചോദിക്കാൻ പാടില്ല ഷിർക്ക്. പടച്ചോനെ വരട്ടെ, ചോറ് വരട്ടെ. പണ്ട് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പടച്ചോണ്ട് ചോറ് കൊണ്ടൊരു കഥ ഉണ്ടായിരുന്നു അല്ലേ? ഒക്കെ അള്ളാഹിനോട് പറയണ്ടേ. അപ്പൊ ഇവർക്ക് ഏതാണ് എന്താണ് ഒന്നും അറിയില്ല. എന്താണ് സുന്നത്ത് ജമാഅത്ത് എന്നോ എന്താണ് തൗഹീദ് എന്നോ എന്താ ഷിർക്കെന്നറിയാതെ കണ്ടതെല്ലാം കേട്ടതെല്ലാം ഷിർക്കാണെന്ന് ആക്ഷേപിക്കുന്ന ആരോപിക്കുന്ന ഒരു ദുഃഖകരമായ ഒരു സാഹചര്യമാണ് ഇവരുള്ളത്. ഇവർക്ക് ഷിർക്കറിയില്ല. ഞാൻ പറയുന്നത് ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന വല്ല മുജ്തഹിദ് സുഹൃത്തുക്കളുണ്ടെങ്കിൽ കടന്നു വരട്ടെ. ഞങ്ങളവിടെ ചോദിക്കാം എന്താണ് ഷിർക്ക്? അവർക്ക് നിർവചനം പറയാൻ കഴിയുമോ? പറയട്ടെ, ഷിർക്കർ എന്താ അതിന് നിർവചനം എന്ന് പറയട്ടെ. പറയാൻ ധൈര്യം? പറയാൻ കഴിയില്ലല്ലോ.
അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, ഈ ആരോപണം വലിയ തെറ്റാണ്, ഇസ്ലാം പൊറുക്കാത്ത വലിയ പാതകമാണ്. പാവപ്പെട്ട മുസ്ലിമീങ്ങളെക്കുറിച്ച്, അല്ലാഹുവിൽ സർവ്വതും സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന മുസ്ലിമീങ്ങളെക്കുറിച്ച്, അവരൊന്നും മുസ്ലിമീങ്ങളല്ല, മുശ്രിക്കുകളാണ്, കാഫിറുകളാണെന്നുള്ള പ്രചാരം എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ അറിയാതെ പെട്ടുപോകണ്ട. വലിയ ആരോപണമാണ്. എന്റെ ഗൗരവം എന്താ അറിയോ? ഒരാളെക്കുറിച്ച് നമ്മൾ കാഫർ എന്ന് പറഞ്ഞാൽ പറയപ്പെട്ടവൻ കാഫർ അല്ലെങ്കിൽ നമ്മൾ സ്വയം കാഫറായി തീരുമാനം. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ഉസ്താദുമാരെ കാഫറാണ്? ഈ ഉസ്താദുമാരെ കാഫറാകുന്നുണ്ടോ? ഇതല്ലെങ്കിൽ പറഞ്ഞവൻ കാഫറായി തീരുമെന്നാണ് ഇപ്പതല്ലേ അനുഭവിക്കുന്നത്. ഇപ്പൊ പരസ്പരം ശിർക്കാരോപിക്കാൻ തുടങ്ങിയില്ലേ? ഇന്നലകളിൽ നമ്മളെക്കുറിച്ച് ശിർക്കാരോപിച്ച മുജാഹിദുകൾ ഇന്ന് പരസ്പരം പറയുന്നു, അവൻ കാഫറാണ്, ഇവൻ കാഫറാണ്, അവർ മുശ്രിക്കാണ്, ഇവർ മുശ്രിക്കാണ്. എല്ലാവരും പരസ്പരം ആരോപിക്കാൻ തുടങ്ങിയില്ലേ? ഡോക്ടർ കെ സക്കരിയ സലാഹി തന്നെ പറഞ്ഞിട്ടുള്ളൂ. സക്കരിയ സലാഹി പറയാണ്, കഴിഞ്ഞ 30 കൊല്ലക്കാലം മുജാഹിദ് പ്രസ്ഥാനത്തിന് വേണ്ടി ഇടതടവില്ലാതെ ഗണ്ണന മണ്ണന സംവാദ വേദികളിൽ തിളങ്ങി നിന്ന എന്നെക്കുറിച്ച് പോലെ ഇപ്പൊ മറുവിഭാഗം പറയുന്നു മുശ്രിക്കാണ്. പറയും. കാരണം ഓർക്ക് പറഞ്ഞ് എല്ലാരും പറഞ്ഞു. പിന്നെ സുന്നികൾ ഏതായാലും പോയി. ഇവന് ആരെ പറയാനുള്ളൂ മുജാഹിദിനെ? അപ്പൊ അവരും പറയാൻ തുടങ്ങി. പറയട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പൊ എന്താ ഉണ്ടായത്? എന്നെ പുറത്താക്കിയത് എനിക്ക് പ്രശ്നമില്ല, ഞാൻ പുറത്തു നിൽക്കാൻ റെഡിയാണ്. പക്ഷേ ശിർക്കാരോപിച്ച് പുറത്താക്കി, അതാണ് സഹിക്കാൻ കഴിയാത്ത കാര്യം. സഹിക്കുക, ഞങ്ങൾ കുറെ സഹിച്ചതാണ്. ഇനി കുറച്ച് നിങ്ങളൊന്ന് സഹിക്കും. നമ്മളൊക്കെ എത്ര സഹിച്ചു നിങ്ങൾ ആലോചിച്ചു. എത്ര സഹിച്ചു. നമ്മളെ കുറിച്ചല്ലല്ലോ, നമ്മുടെ അഭിവന്യരായ ആലിമീങ്ങളെ കുറിച്ച്, ഉസ്താദുമാരെ കുറിച്ച്, മശായിഖന്മാരെ കുറിച്ച്, എന്തിനേറെ പാണക്കാട്ടെ സയ്യിദന്മാരെ കുറിച്ച് പോലും മുശ്രിക്കുകളാണ്, കാഫിറുകളാണ് എന്ന രീതിയിൽ ലേഖനമെഴുതിയില്ലേ, പ്രസംഗിച്ചില്ലേ? നമ്മുടെ എത്ര ആലിമീങ്ങളെ കുറിച്ച്. മഹാനായ റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദ് ജീവിതത്തിൽ എത്ര വിശുദ്ധിയോടെ ജീവിച്ച മഹാനാണ് കണ്ണിയത്ത് ഉസ്താദ്. ശിർക്ക് പോയിട്ടൊരു കറാഹത്ത് പോലും ഇല്ല. കണ്ണിയത്ത് ഉസ്താദിന്റെ ജീവിതത്തിൽ പറയാൻ ഒരാൾക്കും കഴിയുന്നില്ലല്ലോ. ശിർക്ക് ചെയ്തു എന്ന് പറയണ്ട, കണ്ണിയത്ത് ഉസ്താദ് ഇന്ന ഹറാമ് ചെയ്തു എന്ന് പറയാൻ വഹാബികൾക്കിടയുമോ കഴിയില്ല. ഞാൻ വായക്കാട് പോയി സലഫികൾക്ക് മറുപടി പറയുമ്പോൾ ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ഇവിടെ ജീവിച്ച മഹാനല്ലേ, നിങ്ങൾ കണ്ട ആളല്ലേ? കണ്ണിയത്ത് ഉസ്താദിന്റെ ജീവിതത്തിൽ ഇന്ന ഹറാമ് ചെയ്തു എന്ന് പറയാൻ ഇവിടുത്തെ വഹാബികൾക്ക് ആർക്കെങ്കിലും ധൈര്യമുണ്ടോ? ചോദിച്ച മാസങ്ങൾ കഴിഞ്ഞു, ഇന്ന് വരെ ഒരു വഹാബി പറഞ്ഞിട്ടില്ല കണ്ണിയത്ത് ഉസ്താദ് ഇന്ന ഹറാമ് ചെയ്താളാ. എല്ലാ കാര്യങ്ങളിലും വളരെ സൂക്ഷ്മതയോടെ ജീവിച്ച മഹാനല്ലേ കണ്ണിയത്ത് ഉസ്താദ്. വിടിരിക്കാൻ കൊണ്ടുപോയ ആള് കണ്ണിയത്ത് ഉസ്താദിന്റെ സിസ്റ്റം പ്രസംഗിക്കും ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട്. കണ്ണിയത്ത് ഉസ്താദിനെ വീടിരിക്കാൻ കൊണ്ടുപോകുന്നു. അവിടെ ചെല്ലുമ്പോ കണ്ണിയത്ത് ഉസ്താദ് ആ വീട് കണ്ടപ്പോ, സുന്ദരമായ വീട് കണ്ടപ്പോ വീട്ടുകാരനോട് ചോദിക്കുകയാണ്, മോനെ ഈ വീടുണ്ടാക്കാൻ എത്ര രൂപയാണ് ചെലവ് വന്നത്? ആ വീട്ടുകാരൻ ലക്ഷങ്ങൾ എണ്ണി പറയുമ്പോ കണ്ണിയത്ത് ഉസ്താദിന്റെ അടുത്ത ചോദ്യം വരികയാണ്, നിനക്കെന്താണ് ജോലി? ആ സഹോദരൻ പറഞ്ഞു, ഉസ്താദേ ഗൾഫിലാണ്. ഗൾഫിൽ എന്താണ് പരിപാടി? കച്ചവടക്കാരനാണ്, കടയിൽ നിൽക്കുന്നവനാണ്. കടയിൽ നിനക്ക് മാസം എത്രയാണ് ശമ്പളം? സുബ്ഹാനല്ലാഹ്. ശമ്പളം പറഞ്ഞപ്പോ കണ്ണിയത്ത് ഉസ്താദ് കണക്കൂട്ടുകയാണ്. എത്ര വർഷമായി ഗൾഫിലെന്ന് ചോദിക്കുന്നു. ആ വർഷങ്ങളെ മാസങ്ങളെ കൊട്ടുന്നു, ശമ്പളം കണക്കൂട്ടുന്നു. എന്നിട്ട് കണ്ണിയത്ത് ഉസ്താദ് പറയുന്നു, മോനെ നിന്റെ ശമ്പളം കൊണ്ടൊരിക്കലും തന്നെ ഇങ്ങനെ വീടുണ്ടാക്കാൻ കഴിയില്ലല്ലടാ, നിനക്ക് എവിടുന്നാണ് കാശ് കിട്ടിയത്? കണ്ണിയത്ത് ഉസ്താദ് ചോദിക്കുകയാണ്, നീ ഒന്നെങ്കിൽ ലോൺ എടുത്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ അറബിയെ പറ്റിച്ചിട്ടുണ്ടാവണം. എന്ത് പണിയാണ് നീ ചെയ്തത്? സുബ്ഹാനല്ലാഹ്. ചോദിക്കുമ്പോൾ വീട്ടുകാരൻ തലതാത്തി നിൽക്കുകയാണ്, മറുപടി പറയാൻ കഴിയുന്നില്ല. കണ്ണിയത്ത് ഉസ്താദിന്റെ കയ്യിൽ താക്കോല് കൊടുത്തിരുന്നു വീടോടൊക്കെ. സുബ്ഹാനല്ലാഹ്. കണ്ണിയത്ത് ഉസ്താദ് ആ താക്കോല് തിരിച്ചു കൊടുത്തിട്ട് പറയുന്നു, വേണ്ട വേണ്ട, നിന്റെ വീട്ടിലേക്ക് കയറാൻ കണ്ണിയത്തിന് പറ്റില്ല. കണ്ണിയത്ത് ഉസ്താദ് തിരിച്ചു. എന്താണ് മുസ്ലിമീങ്ങളെ കേൾക്കുന്നത്? ആരാണ് ആ കണ്ണിയത്ത് ഉസ്താദൊക്കെ? ജീവിതത്തിൽ എത്ര വിശുദ്ധി സൂക്ഷിച്ച മഹാന്മാരാ. ആ മഹാനെക്കുറിച്ചൊക്കെ
മുശ്രിക്കാണെന്ന് പറയുമ്പോ മുസ്ലിമീങ്ങളെ, ഈമാനുള്ളവരെ, പടച്ചവനെക്കുറിച്ച് പേടിയുള്ളവരെ, എന്നല്ലെങ്കിൽ നാളെ മരിക്കണമെന്ന് ചിന്തയുള്ളവരെ ഗൗരവത്തോടെ ചിന്തിക്കുക. എന്തെങ്കിലും കിട്ടുമ്പോഴേക്ക് അല്ലറ ചില്ലറ ലാഭങ്ങൾക്ക് വേണ്ടി, താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടി ഗൾഫിലേക്ക് വിസ എടുത്ത് തരാമെന്ന് പറയുമ്പോഴേക്ക്, ഒരു ഓട്ടോറിക്ഷ വാങ്ങിത്തരാമെന്ന് പറയുമ്പോഴേക്ക്, ബാങ്കിലെ കടം എഴുതിത്തള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുമ്പോഴേക്ക്, എന്റെ പ്രിയപ്പെട്ടവരെ തള്ളിക്കളയണ്ട, ആലിമീങ്ങളെ ചീത്ത പറയണ്ട, ആലിമീങ്ങളെ കുറിച്ച് ശിർക്ക് ആരോപിക്കണ്ട. ആക്കിമത്ത് മോശമായി പോകുന്നതാണ്. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾ കാത്തിരക്ഷിക്കണേ അല്ലാ. ആ കണ്ണിയത്ത് ഉസ്താദ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റായിരിക്കുമ്പോഴല്ലേ സൽസബയിൽ അവർ എഴുതി വെച്ചത്? എന്താ എഴുതി വെച്ചത്? എന്താ അവര് പറഞ്ഞത്? ഇവരെഴുതി വെച്ചതെന്താ? സമസ്തയുടെ ആലിമീങ്ങൾ, സമസ്തക്കാർ 50 വിഷയങ്ങളിൽ മക്കയിലെ മുശ്രിക്കുകളെ പോലെയാ. ആരെപ്പോലെ? നേരത്തെ ഉസ്താദ് പറഞ്ഞില്ലേ, അബൂജഹൽ, ഉത്ബത്ത്, ഷൈബത്ത് പോലെയുള്ള ആ വലിയ മുശ്രിക്കുകളെ പോലെയാണ്, ഇസ്ലാമിന്റെ കഠിന ശത്രുക്കളെ പോലെയാണ്. സുബ്ഹാനല്ലാഹ്, ഒരു കറാഹത്ത് പോലും ജീവിതത്തിൽ ചെയ്യാതെ, പടച്ചവനെ കുറിച്ച് പേടിച്ച് പേടിച്ച് രാത്രിയുടെ യാമങ്ങളിൽ ഉറങ്ങാതെ അല്ലാഹ് എന്ന ചിന്തയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ജീവിതം ധന്യമാക്കിയ ആ കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ച് പറയുന്നു, അവർ മക്കയിലെ അബൂജഹലിനെ പോലെയാ. ഇത് പറയുമ്പോ ഇരുത്തി കൊടുത്തില്ലേ? നമ്മൾ എത്ര ക്ഷമിച്ചു, എത്ര സഹിച്ചു. നമ്മുടെ നാടുകളിൽ വന്ന് സുന്നികളുടെ ശക്തി കേന്ദ്രങ്ങൾ വന്നിട്ടാ പറയുന്നത് കണ്ണിയത്ത് ഉസ്താദ് കാഫിറ, ശംസുൽ ഉലമ ഇസ്ലാം എന്ന് പുറത്താ. ഇത് പറയുമ്പോൾ നമ്മൾ എത്ര ക്ഷമിച്ചു, സഹിച്ചു. ആരാ അന്ന് പറയാൻ നേതൃത്വം കൊടുത്ത മഹാനാണ് ഈ പറയുന്നത്. ഞാൻ എന്നെ കുറിച്ച് എന്തും പറഞ്ഞോട്ടെ, സംഘടനയിൽ പുറത്തായിക്കോട്ടെ, ഒക്കെ ക്ഷമിക്കാൻ സഹിക്കാം. മുശ്രിക്കെന്ന് പറഞ്ഞാൽ സഹിക്കാൻ കഴിയില്ല. നിങ്ങൾ കുറച്ചൊന്ന് സഹിക്കും, ഞങ്ങളൊന്ന് കാണട്ടെ. പറയാം. കഴിഞ്ഞ 30 കൊല്ലമായി ഈ പ്രബോധന രംഗത്ത് ഇടപെടമില്ലാതെ നിൽക്കുന്ന കണ്ണന പ്രസംഗങ്ങളും വാദപ്രതിവാദങ്ങളും ലേഖനങ്ങളും ഒക്കെയായി, പുസ്തകങ്ങളുമായി എന്നാൽ കഴിയുന്ന തൗഹീദി രംഗത്തെ സേവനങ്ങളൊക്കെ ചെയ്യുന്ന എന്നെ ശിർക്കാരോപിച്ച് പുറത്താക്കി. പത്രത്തിൽ വന്നില്ലേ? വന്നു, ഞങ്ങൾ കണ്ടു, പത്രത്തിലൊക്കെ വന്നു, സക്കരിയ സലാഹി മുശ്രിക്കാണെന്ന്. ഈ കുറച്ച് കരഞ്ഞു നടക്കി, നിങ്ങളല്ല എന്ത് ചെയ്യാൻ? ആ സുല്ലമി സക്കരിയ സലാഹിന്റെ ഉസ്താദിന് മറുപടി കൊടുക്കുന്നുണ്ട്. എന്താ സക്കരിയ സലാഹിന്റെ ഉസ്താദ് പറയാ, ഇത്രയും കാലം ഞങ്ങളെ കുറിച്ച് മുശ്രിക്കെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് ശിർക്ക് തിരിച്ചടിച്ചതാണ്. നിങ്ങൾ 2 കൂട്ടരോട് ഞങ്ങൾക്ക് പറഞ്ഞാൽ നിങ്ങൾ 2 കൂട്ടർ ഞങ്ങളെ കുറിച്ച് മുശ്രിക്കെന്ന് പറഞ്ഞില്ലേ, അപ്പൊ 2 കൂട്ടർക്ക് തിരിച്ചടിച്ചതാണ്. എന്തേ നമ്മളെ കുറിച്ച് പറഞ്ഞത്? ഒരു കാര്യത്തിൽ പ്രസംഗിച്ചില്ലേ, സമസ്ത പിഴച്ചതാണെന്ന് ഖുർആനിൽ അള്ളാഹ് പറഞ്ഞ ആൾക്കാരെ പറയും. സമസ്ത പിഴച്ചെന്ന് ഖുർആനിലുണ്ട്. വിശുദ്ധമായ സമസ്ത കേരള ജംഇയ്യത്തിനെ പിഴച്ചു എന്ന് അള്ളാഹ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് ആയത്തോട് ദുർവ്യാഖ്യാനം ചെയ്ത ആൾക്കാരെ പറയും. ഖുർആനിലെ സമസ്ത പിഴച്ചു. സമസ്ത എന്തുണ്ടായത്? 90-ാം വാർഷികം ആഘോഷിക്കാൻ പോകുക. ഈ സമസ്തനെ കുറിച്ച് 1400 വർഷങ്ങൾക്ക് മുമ്പ് സമസ്ത കേരള ജംഇയ്യത്തിനെ പിഴച്ചു എന്ന് ഖുർആനിലുണ്ട്. എന്തും പറയാനൊരു മടിയില്ലാത്ത ആളുകൾ, എന്തും പറയാം. കാരണം മുന്നിലിരിക്കുന്ന ടീം അങ്ങനത്തതല്ലേ, എന്താ അനിക്കുന്നൊരു വിഭാഗമല്ലേ മുന്നിലുള്ളത്, എന്തും പറയാലോ. അപ്പൊ ഒരു മൗലവി പറയണ കേട്ടോളൂ. അല്ലാഹു പറയണം, പ്രസ്താവിക്കപ്പെട്ടാൽ ഇതൊരു അത്ഭുതകരമായ വചനം കൂടിയാണ്. പടച്ചോനെ എത്ര മുൻകൂട്ടി കാണുന്നവനാണെന്ന് പറയുന്നത് വെറുതൊന്നല്ല. സത്യത്തിൽ ഖുർആൻ വേർതിരിച്ചിട്ടുണ്ട് സമസ്ത പേച്ചതാണോ മുജാഹിദ് പ്രസ്ഥാനം നല്ലതാണോ. ഒറ്റ ആയത്തിൽ അള്ളാഹ് പറഞ്ഞത്ര സമസ്ത പേച്ചോണോ മുജാഹിദ് ശരിയാണ്. എനിക്കൊന്ന് ഖുർആൻ ഇങ്ങനെ ഒരു ആയത്തിന്റെ ഫളല്ലാഹുൽ മുജാഹിദീൻ എന്നൊരു ആയത്തുണ്ട്. ഈ സാധുക്കൾ അത് കണ്ട് പെട്ടതായിരിക്കുവാണെങ്കിൽ അങ്ങനെ കൂട്ടരെ നിങ്ങൾ സമസ്ത ഖുർആനുണ്ടെന്ന് പറയണ്ട, ബദർ മൗലിദിന്റെ പറഞ്ഞോടെ. وكل مجاهد لله يهل البدير يا الله. മുജാഹിദീങ്ങളൊക്കെ നല്ലവരാണ്. എവിടെ ഉണ്ട്? ബദർ മൗലിദ് എന്ന് പറഞ്ഞോളി. അപ്പൊ കുല്ലു മുജാഹിദിന്റെ എല്ലാ ഗ്രൂപ്പും നടന്നത്, ഒരു ഗ്രൂപ്പിനെ ഒഴിവാക്കിയിട്ടില്ല. അത് പറഞ്ഞോളൂ. ഇയാൾ പറയാ അള്ളാഹ് ഖുർആനിൽ പറഞ്ഞത്ര ഒറ്റ ആയത്തൂടെ സമസ്ത വെച്ചതാണ്. ഈറ്റകൾ മുജാഹിദ് കണക്കിന് തെറ്റിച്ചിട്ടുണ്ട്. വക്കീൽ പറഞ്ഞില്ലേ, ഞങ്ങളാ നല്ലൊരു ഖുർആൻ ഉണ്ടായിരുന്നു. എന്താ ആയത്ത് വെച്ചു? നിഅമൽ വക്കീൽ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിയാണ്. ആ വക്കീലേത് ഈ വക്കീലേത് അത് തിരിച്ചറിയണ്ടേ? പറയട്ടെ. സമസ്ത പേഴ്സണെന്ന് സ്ഥാപിച്ചിട്ടുണ്ട്.
ഇന്നത്തെ സമസ്ത അള്ള ഒരൊറ്റ വചനത്തിലൂടെ ഇന്നത്തെ സമസ്തയോ ഇന്നത്തെ സമസ്ത പേച്ചു എന്ന് പരിശുദ്ധ ഖുർആൻ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയണ ആയത്തെങ്ങാനും ഒരാൾ കേട്ടാ പിന്നെ ഒരാൾ അദ്ദേഹം പറയണ പിന്നെ സമസ്തയിൽ ഒരാൾ നിൽക്കില്ല. ആ ആയത്തെങ്ങാനും ഒരാൾ കേട്ടാ നിമിഷം തന്നെ സമസ്തനോട് ലാൽ സലാം, സമസ്തക്കാരെ സലാം എന്ന് തിരിച്ചു പോരും. അത് ഏത് സലാം? അള്ളാഹു അല്ലട്ടോ, ലാൽ സലാം എന്നുള്ള സലാമല്ല, അത് മുജാഹിദീങ്ങൾ പഠിച്ച സലാമാണ്. എന്ത്? ആ ആയത്തൊരാൾ കണ്ട പിന്നെ സമസ്തയിൽ നിൽക്കാൻ കഴിയില്ല. വല്ലാത്തൊരു ആയത്തല്ലേ അള്ളാഹ് നേരെ പറയണ സമസ്ത പേച്ചു മുജാഹിദാണ് ശരിയെന്ന് പറയട്ടെ. ഇതൊന്നും പൊതുജനങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. സമസ്തയാണ് സ്വർഗത്തിലേക്കുള്ളത് സാധാരണക്കാരെ ചിന്തിച്ചിട്ടുള്ളൂ. സാധാരണക്കാരെ ചിന്തിച്ച് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം ഖുർആൻ അങ്ങനെയല്ലല്ലോ. സാധാരണക്കാർ ഈ ഖുർആൻ ഒരുപാട് കാലമായി ഓതുന്നു, അങ്ങനത്തെ അവരെന്തിട്ടില്ല. അതുകൊണ്ട് സാധാരണക്കാർ മനസ്സിലാക്കി സമസ്തന്റെ ശരി, ഇതിന്റെ കൂടെ നിന്നാൽ ആലിമീങ്ങളെ സ്വാലിഹീങ്ങളെ മഹത്തുക്കളെ കൂടെ നിന്നാൽ സ്വർഗത്തിൽ കടക്കാൻ കഴിയുമെന്ന് ഇവിടുത്തെ പൊതുജനം സാലിഹീങ്ങളായ സാധുക്കളായ പാവങ്ങളായ ആളുകൾ മനസ്സിലാക്കി. അവരെ കുറ്റപ്പെടുത്തിയിട്ട് ഇവർക്കൊന്നും അറിയില്ല, സാധാരണക്കാർക്കൊന്നും അറിയില്ല. പറയട്ടെ, എന്ന് പറഞ്ഞ് പിരിഞ്ഞു പോരണം. ഇപ്പൊ തന്നെ ഒരു 5 മിനിറ്റ് അടുത്ത സെക്കൻഡിൽ ഒന്ന് ആലോചിക്കാനുള്ള സമയം തരില്ല. ഇപ്പൊ തന്നെ സമസ്തക്കാരെ എന്നിട്ട് എവിടെ പോകണം? മുജാഹിദൊക്കെ ആ സാധു തന്നെ പറഞ്ഞിട്ടോളി, ആരും വരണ്ടോട്ടത്തൊക്കെ ഇതിലുള്ളൊരു ചാടിക്കൊണ്ട് പുറത്തേക്കുന്നാറുണ്ട്. ഈ സാധു ഇപ്പൊ പറയാണ് മുജാഹിദ് ആരെങ്കിലും പൊട്ടിങ്ങനെ ചാടിക്കൊള്ളു മക്കളെ, മുജാഹിദ് മുങ്ങാൻ പോവുക, ഈ കപ്പൽ മുങ്ങ, നീ കുറച്ചുള്ളൂ 1 ഇഞ്ച്, കടലിങ്ങനെ താന്നുകൊണ്ടിരിക്കുക, അവസാനത്താളും വെള്ളത്തിൽ മുങ്ങാൻ പോകാണ്. ചാടിക്കോളി മക്കളെ, രക്ഷപ്പെടണമെങ്കിൽ മുജാഹിദ് കപ്പലെന്ന് ചാടിക്കോ. ആര്? ഈ സാധു എന്ന് പറയാ. നമ്മളെക്കുറിച്ച് മുശ്രിക്കാരോപിക്കുക, നമ്മളെക്കുറിച്ച് കാഫറാണെന്ന് പറഞ്ഞ, നമ്മളൊക്കെ പിഴച്ചുപോയി എന്ന് വിശുദ്ധ ഖുർആനിന്ന് ആയത്തോതിക്കൊണ്ട് പറഞ്ഞ സാധു ഇപ്പൊ തൊപ്പിക്കെട്ട രംഗത്ത് നിൽക്കുക. ഒരു പൊന്നാനിലൊക്കെ പോയിട്ട് സർഹിട്ട് വന്നിട്ട് പറയണേ ചാടിക്കോളി മക്കളെ കപ്പൽ മുങ്ങാൻ പോവുക. അറിയാതെ അവിടെ പൊട്ടുപോയല്ല മുജാഹിദ് സുഹൃത്തുക്കളുണ്ടെങ്കിൽ ചാടിക്കോളി, ഇത് മുങ്ങാൻ പോവുക. ഏത്? ഈ പ്രസ്ഥാനം കപ്പൽ മുങ്ങാൻ പോവുക. ശരിയല്ലേ? എന്താ ഇതിന്റെ അവസ്ഥ? സുബ്ഹാന ജല്ല ജലാൽ. ഇപ്പത്തെ മുജാഹിദിന്റെ അവസ്ഥ എന്താ? ഞാൻ അനുസരിച്ച് പറയാം. വളരെ ദുർഘടകരമായ അവസ്ഥയിലല്ല അവർ നിലകൊള്ളുന്നത്. ദയനീയമല്ലേ? എത്ര ഗ്രൂപ്പ് അറിയങ്ങള്. ഒരു ഭാഗത്ത് ജിന്നൂരി, അതിനപ്പുറത്ത് ഇൻസൂരി, അതിന്റെ ഇപ്പുറത്ത് മടവൂരി, അപ്പുറത്ത് ഇരിവേറ്റി. ഇങ്ങനെ നിലവിൽ 8ഓളം ഗ്രൂപ്പ് ഇപ്പുറത്തുണ്ട്. ഞാൻ 8ഓളം എന്ന് പറഞ്ഞ് നിർത്തുന്നത് എന്താ അറിയോ? ഇത്ര ഉള്ളൂ എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങിയവർ പറഞ്ഞ് ഞങ്ങളെ ഗ്രൂപ്പ് വേണ്ടല്ലോ. പിന്നെ ഗ്രൂപ്പുകൾക്കുള്ളിൽ ഉപഗ്രൂപ്പുകൾ, ഗ്രൂപ്പിനുള്ളിൽ കുറെ ഉപഗ്രൂപ്പുകൾ. ദർശനങ്ങളെ കുട്ടികൾ ബോധിക്കളും പറയാറുണ്ട്, ഫീല് 4 വിധമാണ്. മാലിയാണ് 1, വൽ മാലി കിസ്മാനി, മാലി 2 ഐറ്റുണ്ട്, വൽ ജിന്നൂരി കിസ്മാനി, ജിന്നൂരി 2 ഐറ്റുണ്ട്. എത്ര ഗ്രൂപ്പുകളാ! എന്നിട്ട് ഇവരപ്പം നമ്മളെ നന്നാക്കാൻ പുറപ്പെട്ടിരുന്നത്. ഓരാദ്യം തീരുമാനിച്ചിട്ട് പോരെ, അവരിലാര് സ്വർഗത്ത് പോകും, അവരിലാരാണ് തൗഹീദിന്റെ ആളുകൾ, അവരിൽ ആര് വിശ്വസിക്കുന്നതാണ് ശരി എന്ന് തീരുമാനിച്ചിട്ട് പോരെ ഈ പാവപ്പെട്ട മുസ്ലിമീങ്ങളെ കുറിച്ച് ശിർക്ക് ആരോപിക്കാൻ. പോരെ. എന്തിനാണിതൊക്കെ? എന്താണ് ഇവരുടെ അവസ്ഥ? ഈ ഇവരുടെ പുതിയ പുസ്തകങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ അതിൽ തന്നെ തുറന്നു പറയുന്നുണ്ട് ഇന്നത്തെ മുജാഹിദിന്റെ അവസ്ഥ എന്താ. എല്ലാം മാറിയില്ലേ? ഇപ്പൊ പുതിയൊരു പുസ്തകത്തിൽ ഇവരുടെ ചർച്ച എന്താ പറയുന്നത്? മന്ത്രിച്ചുതിയാൽ കൈമുടക്ക് വാങ്ങേണ്ട വിധി എന്താണ്? കൈമുടക്ക് വാങ്ങാൻ പറ്റില്ല, തർക്കം നിൽപ്പല്ല. കൈമുടക്ക് വാങ്ങൽ സുന്നത്താണോ നിർബന്ധമാണോ? അതൊക്കെ ചർച്ച. പണ്ടൊരു കാലത്ത് ഇവരെന്താ പറഞ്ഞത്? മന്ത്രിച്ചുതൽ ഷിർക്കാണ്, കുഫറാണ്. അതിന്റെ പേരിൽ പാണക്കാട്ടെ തങ്ങന്മാരെ കുറിച്ച് പോലും ആക്ഷേപിച്ചില്ല. പാണക്കാട്ടെ തങ്ങളെ കുറിച്ച് പറഞ്ഞ പാണക്കാട്ടെ തങ്ങളൊന്നും തങ്ങളല്ല. കാരണം എന്താ? മന്ത്രിച്ചുതിൽ കൈമുടക്ക് വാങ്ങുന്ന ആളാണ് എന്ന് പറഞ്ഞില്ലേ എന്ന് ആക്ഷേപിച്ചവരല്ലേ? നമ്മൾ വെറും പൈസന്റെ ആൾക്കാരാണ്. അല്ല ബക്കറ്റുണ്ടോന്നു നമ്മൾ പൈസന്റെ ആൾക്കാർ. ശരി തന്നെയാണ്. നമ്മളെന്ന് പറഞ്ഞാൽ പണ്ടേ ഉള്ളതാണ്. ഒരു യുദ്ധം നടക്കുമ്പോഴേക്ക് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറി നിന്നുകൊണ്ട് ചോദിക്കുന്നു,
എത്ര മുജാഹിദ് പാർട്ടി മുജാഹിദിന്റെ ക്ലാസ് മാത്രം അല്ലെങ്കിൽ സ്വർഗം കിട്ടൂല. പെണ്ണുങ്ങളോട് സ്വർണം തന്നെ ഇടണം പറഞ്ഞു പിരിവൊക്കെ ക്ലിപ്പൊക്കെ നമ്മൾ ഇൻഷാല്ലാ പറയാം. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, നമ്മളെ ഇന്നലകളിൽ ശിർക്ക് ആളുകൾ, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിന്റെ പേരിലും നമ്മളെക്കുറിച്ച് കുഫറാരോപിച്ച ആളുകൾ, അവരെന്ന് പറയുന്നു അതൊന്നും ശിർക്കല്ല. എന്തൊക്കെ ആരോപിച്ച വിഷയങ്ങൾ? കാര്യമായിട്ട് നമ്മൾ ആരോപിച്ച ഒരു വിഷയമാണ് മന്ത്രം. മന്ത്രത്തെക്കുറിച്ച് ഇപ്പൊ എന്താ പറയുന്നത്? മന്ത്രമൊന്നും കുഴപ്പമില്ല എന്ന് മാത്രമല്ല, മുജാഹിദ് ഇപ്പൊ പറയുന്നെന്താ, മന്ത്രിക്കണമെന്ന് മാത്രമല്ല, ജിന്നുകൂടി ആളുകളാണെങ്കിൽ അവരെ ആണുങ്ങളാണെങ്കിൽ തലയിൽ കൈവച്ച് ഊതണം, പെണ്ണാണെങ്കിൽ അങ്ങനെ ഊതിയപ്പോരാ പൈപ്പ് കൂടി ഊതണം എന്നാണ്. പെണ്ണിനെ കൂതുമ്പോൾ ഒരു എയറും പുറത്തു കൊണ്ടാ നന്നായിട്ട് പൈപ്പിലൂടെ ഊതിക്കൊടുങ്ങാറ്. എവിടെ എത്തി വഹാബിസ്? ആരാ പറയുന്നത്? ഇവർക്ക് നിഷേധിക്കാൻ കഴിയോ? ഇവിടെ വന്ന് പ്രസംഗിച്ച് ഈ ഭാഗത്തിന് തള്ളിപ്പറയാൻ കഴിയോ? ഈ അടുത്തുകൂടി മണ്ണാർക്കാട് വന്ന് പ്രസംഗിച്ചപ്പോ സക്കരിയ സലാഹിന്റെ കൂടെ ഉണ്ടായിരുന്നത് ഈ മാനിദ്യമല്ലേ? അദ്ദേഹം പറയുന്നു, മന്ത്രിച്ചുതുമ്പോൾ എങ്ങനെയാണ് മന്ത്രിക്കേണ്ടത്? കേട്ടോളൂ, സ്ത്രീകളൊക്കെ ആണെങ്കിൽ തലയിൽ കൈവച്ച്, ആണുങ്ങളാണെങ്കിൽ തലയിൽ കൈവച്ച് ഊതുക, സ്ത്രീകളാണെങ്കിൽ പൈപ്പ് എടുത്തിട്ട് ഊതണം. പൈപ്പ് എന്ന് പറയുമ്പോൾ അദ്ദേഹം പ്രത്യേകം പറയുന്നുണ്ട്, PVC പൈപ്പാണ് എടുക്കരുത്. കാരണം PVC പൈപ്പ് എടുത്ത് ഊതുന്ന സമയത്ത് സ്ത്രീകൾ കൈയും കാലിട്ടടിക്കും, കൈ വന്ന് പൈപ്പ് തട്ടും, പൈപ്പ് വന്ന് മൂക്ക് തട്ടും, മൂക്കിന് ചപ്പിപ്പോകും. അവൻ എന്തായാലും പകരം ചെയ്യേണ്ടത്, എന്നാ പൈപ്പ് പോകണേനും പൈപ്പിന് പകരം കടലാസ് പൈപ്പായിട്ട് ഉപയോഗിക്കുക. എന്നിട്ട് ആ കടലാസിലൂടെ ഊതിയാൽ മതി. എന്നാൽ അഥവാ ഒരു സ്ഥലത്തെ കൈ തട്ടിയതിന് കടലാസ് ചുരുളോളം മൂക്കിനൊന്നും പറ്റൂല. എങ്ങനെയുണ്ട് മന്ത്രം? കേട്ടോളൂ, പറയട്ടെ, മൂലം വരട്ടെ. തലയിൽ വെച്ചിട്ട് വലത് ചെവിയിൽ ഊതുക. സ്ത്രീ ആണെങ്കിൽ എന്തെങ്കിലും നീളമുള്ള ട്യൂബ് പോലെ കടലാസ് ഒന്നും കൊണ്ടിട്ട്, കടലാസിന് പ്രത്യേകം പറയാൻ കാരണം എന്ന് വെച്ചാൽ PVC പൈപ്പൊന്നും ഉപയോഗിച്ചു പോകുക. കാരണം ചിലപ്പോൾ ആള് പെട്ടെന്ന് ഒറ്റ ഞെട്ടല് ചിലപ്പോൾ മോഹം ബാക്കി ഉണ്ടാവില്ല. അതുകൊണ്ട് കടലാസാകുമ്പോൾ കടലാസിന് ചുളുങ്ങിക്കൊള്ളുമല്ലോ. അങ്ങനെ ഓതുമ്പോ പെട്ടെന്ന് ഇവരിൽ മാറ്റങ്ങൾ കാണും. അപ്പൊ അങ്ങനെ മാറ്റങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. എന്താണ് മന്ത്രിച്ചൂതണം? ഇപ്പൊ ഊതി ഊതി എവിടെ എത്തിയറിയോ? ഇപ്പൊ നേതാക്കന്മാരൊക്കെ ഊതുന്നോർത്തേക്കെത്തി. ഊത്തുന്നും വിട്ടിപ്പോ അടിച്ചിറക്കാൻ തുടങ്ങി. ജിന്നിനൊക്കെ ഇങ്ങനെ അടിച്ചിറക്കാൻ തുടങ്ങി. ഊതിയിറക്ക, അടിച്ചിറക്ക, മഞ്ചേരിൽ വെച്ച് ചവിട്ടി ചികിത്സ തുടങ്ങിയിട്ടു. ചവിട്ടി ചികിത്സ പറഞ്ഞാൽ ഈ ആയുർവേദിക്കിന് ചവിട്ടല്ലേ പറയണത്. ജിന്നിറങ്ങലിൽ അടിച്ച പൊള്ളി ചവിട്ടെടുക്കുക, എന്നിട്ട് ഇറക്കുക. അതിന് തെളിവെന്താ? സഹീഹുൽ ബുഖാരിൽ ഹദീസ. സുബ്ഹാനല്ലാഹ്, ഏതാ ഹദീസ് അറിയുന്നത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് മദീനയിലെ വഴിയോരങ്ങളിൽ കടന്നിരുന്നു. ആ വഴിയോരങ്ങളിൽ നടന്നു പോകുന്ന സഹാബത്ത് അബൂ ഹുറൈറനെ ചവിട്ടിയിരുന്നു. കണ്ടോ? അപ്പൊ ചവിട്ടുമ്പോൾ മനസ്സിലായി കൂടെ അത് ഭ്രാന്തുള്ളതുകൊണ്ടല്ലേ ചവിട്ടിന്ന്. അപ്പൊ എന്ത് ചെയ്യണം? ചവിട്ടണം. അതിനൊക്കെ തെളിവ് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ വെറുതെ പറഞ്ഞു പറയണ്ട, മുജാഹിദ് പണ്ട് തന്നെ പറഞ്ഞോട്ടോളി ചവിട്ടി ചികിത്സ തുടങ്ങിയെ പറ്റിയിട്ട്. അവിടുന്ന് വിട്ടു. നമ്മൾ ഇതുവരെ പറഞ്ഞതൊക്കെ അടിച്ചിറക്കി ചികിത്സിക്കണം. ഇപ്പൊ അവിടുന്ന് മാറി ഇനി ചവിട്ടി ചികിത്സയാണ് വരാൻ പോകുന്നത്. ചവിട്ടി ചികിത്സയാൻ ജമീയത്തുള്ളവരുടെ ബുക്ക് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ പ്രചരിപ്പിക്കുന്ന ഒരു വിഷയം ജമീയത്തുലമക്കും അത് ഇനിയും തെളിവ് വേണോ? ചവിട്ടി ചികിത്സക്ക് സുബ്ഹാന ജല്ല ജലാലു. സ്വന്തം നേതാവ് തന്നെ ചികിത്സിക്കുന്ന രംഗമുണ്ടാവും. ഒരു പാവം കുട്ടിക്ക് ജിന്ന് കൂടി എന്ന് പറഞ്ഞിട്ട്. ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടതുണ്ട്. നമ്മളെ പ്രഭുത്വം ആരോ ചോദിക്കാനുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. ഉണ്ടെങ്കിൽ അവർ കടന്നു വരാവുന്നതാണ്. ഇൻഷാല്ലാ നമുക്ക് ഇൻഷാല്ലാ പിന്നീട് ക്ലിപ്പുകൾ പിന്നീടും കേൾപ്പിക്കാം. ചോദിക്കാനുള്ള ആളുകൾക്ക് ചോദിക്കാൻ വരുന്നവർ വെറുതെ എന്തേലും ചോദിച്ചു പോകരുത്. വിഷയം ചോദിക്കണം. ചോദിക്കുമ്പോൾ അല്ല സംശയങ്ങൾ ചോദിക്കുക. നമ്മൾ തിരിച്ചും ചോദിക്കും. അതിനൊക്കെ മറുപടി പറയേണ്ടി വരും. അല്ല ഞാൻ വെറും ചോദിക്കാൻ വന്നവനാണ്, ഓ മുങ്കർ നിക്കർ നമ്മൾ മയ്യത്തിട്ട് കിടക്കുന്നില്ല. അങ്ങനെ ആൾക്കാരുണ്ട്. വൺ റബ്ബുക്ക. അപ്പൊ നമ്മൾ അല്ലാഹു റബ്ബി തിരിച്ചു ചെവിടുതല്ലേ മുങ്കർ നിക്കർ ചോദിക്കണവർ അങ്ങോട്ട് നമ്മൾ ചോദിക്കളൊക്കെ ചോദിക്കും. അതിനൊക്കെ പറ്റുന്നവർ വന്നോളി. ഇൻഷാല്ലാ കുറച്ച് ക്ലിപ്പിലും കാണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. അവരോട് കൊന്നിരിക്കാം. ചോദിക്കേണ്ട ആളുകൾക്ക് സമയം കൊടുക്കും. എത്ര സമയം കൊടുക്കും? ഇവിടെ പോലീസ് പെർമിഷന്റെ പ്രശ്നമില്ലെങ്കിൽ നമ്മൾ എത്ര റെഡിയാണ്. നമുക്ക് പ്രശ്നമൊന്നുമില്ല. നമ്മൾ എത്ര എനിക്ക് മൂന്ന് മണിക്ക് കോഴിക്കോട് എത്തിയാൽ മതി. കോഴിക്കോട് ആ സമയത്ത് എനിക്ക് ട്രെയിനുള്ളത്. ആ സമയത്ത് എനിക്ക് കോഴിക്കോട് എത്തിയാൽ മതി. അരിമസ്ഥാനി അതും കേട്ട് പിന്നെ ഇരുന്നോളും. കോഴിക്കോട് മാനത്തങ്കലത്ത് എത്തിയാൽ മതി. പ്രശ്നമൊന്നുമില്ല. എനിക്ക് കാസർഗോട്ട് കൊണ്ടാണ്. അവിടെ ഞാൻ കുറച്ച് നേരത്തെ പോകുന്നുള്ളൂ. ബഹുമാനപ്പെട്ട മുസ്താദ് സുബ്ഹി വരെയും ഇഷാസ്കരിച്ചില്ല ഉണ്ടല്ലേ. അതിന് മുമ്പ് ഇഷാസ്കരിക്കാൻ സമയം കൊടുത്താൽ മതി. എത്ര ഇരിക്കും? ഇത് ദിവസം അതിന് ഇരിക്കുന്ന ആൾക്കാരല്ലേ. ഇവിടെ പുറത്തെ ആൾക്കാർ മുന്നില്ലെങ്കിലും പള്ളിക്കല് തന്നെയല്ല പണി. ക്ലാസ് റൂമിലൂടെ നൂറുകണക്കിന് ആളുകൾ നേരം വെളുക്കുന്നോരോ ചോദിക്കുന്നു. നേരം വെളുക്കോളം മറുപടി അറിയണം.
എന്നിട്ട് സുബഹിസ്കരിക്കുന്നു, പിന്നെ അത് കഴിഞ്ഞ് കുട്ടികൾക്ക് ദർസെടുത്ത് കൊടുക്കുന്നു. ഇതന്നെയല്ല പണി. ഇവിടെ നമുക്ക് എന്താ പ്രശ്നമുള്ളൂ? ആരാ ചോന്നിട്ട് ഒരു കുഴപ്പമില്ല. ഏതായാലും അദ്ദേഹം പറയട്ടെ, ഒരു മുജാഹിദ് പണ്ഡിതനെ ചികിത്സിച്ച രംഗം നിങ്ങൾ കാണുക. ഒരു മുജാഹിദ് സുഹൃത്ത് ചോദിക്കുന്നുണ്ട്, നമ്മളിപ്പോ എവിടെ എത്തി, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചികിത്സിക്കാൻ പറഞ്ഞു തുടങ്ങിയില്ലെന്ന് ചോദിച്ച് സക്കരിയ സലഹയെ ക്രോസ് ക്വസ്റ്റ്യൻ നടത്തിയപ്പോ സക്കരിയ സലഹ എന്താണ് ഉണ്ടായെന്ന് രംഗം പറഞ്ഞു കൊടുക്കുന്ന ആളുക. നിങ്ങൾക്ക് പൂർണ്ണമായും ഷെയ്ത്താനിലേക്കല്ല, എവിടത്തേക്കാണോ ഒരാൾ പോയി റഹ്മാനെടുത്തേക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് പൂർണ്ണമായും ഷെയ്ത്താന്റെ ബാധയാണെന്ന് ബോധ്യപ്പെട്ടത്? എനിക്ക് ആ കുട്ടിയെ നേരത്തെ പരിചയമുള്ള ആളാണ്. ആ കുട്ടിക്ക് ഞാൻ ആദ്യം ഇദ്ദേഹത്തിനെ മുജാഹിദ് ബാലുശ്ശേരിയെ വിളിച്ചു. മുജാഹിദ് ബാലുശ്ശേരിയോട് ഇങ്ങനെ പറഞ്ഞു, എനിക്കിങ്ങനെ വല്ലാത്ത അസ്വസ്ഥതകളുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു മുഹമ്മദ് ഹസന്റെ അടുത്ത് പോയി നോക്കാൻ പറഞ്ഞു. മുഹമ്മദ് ഹസൻ എന്ന് പറഞ്ഞാൽ ഫറൂഖിലുള്ളൊരു ഈ മാനസിക രോഗം ചികിത്സിക്കുന്ന ആളാണ്. അയാളെടുത്ത് പോയപ്പോ അയാള് പിന്നെ നീ ഇന്ന ആളല്ലേ, ഇവിടുന്നല്ലേ വരുന്നത് എന്തൊക്കെ ചോദിച്ചത്ര. അപ്പൊ പിന്നെ ആകെ വിഷമായി. പിന്നെ ചെറുതേൻ കൊടുത്തു. പിന്നെ വയറിന സുഖമൊക്കെ മാറി, ഇത് മാറിയില്ല. അപ്പൊ വാദം മാറിയില്ല. തേൻ കുടിച്ചപ്പോ വയറുവേദന മാറി. തേൻ കുടിച്ചാലും ജിന്ന് പോകില്ല, വേദനക്ക് പോകും. എന്നിട്ടോ ബാലുശ്ശേരി പറഞ്ഞങ്ങള് സുഹൃത്ത് മറിയമിന്നി കേഫിന്റെ CD എടുത്തിട്ട് ഇത് നിങ്ങൾ കേട്ടോളി എന്ന് പറഞ്ഞു. ഇത് കേട്ടാ മതി. അപ്പൊ ഇത് കേൾക്കാൻ വേണ്ടി ഇവൻ ഇരുന്നാൽ പ്ലെയർ വെച്ചിട്ട് ചെവിയിലിട്ടാൽ ഇവനും പ്ലെയറും കൂടി കട്ടിൽ നിന്ന് ഇട്ടു പുറത്തേക്ക് ചാടുക. അങ്ങനെ അവൻ വീണ്ടും മുജാഹിദ് ബാലുശ്ശേരിയെ വിളിച്ചപ്പോ എന്താണെന്ന് അറിഞ്ഞൂടാ. അപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഒന്നുണ്ട്. ഞാൻ പറഞ്ഞു ഇത് കേട്ടിട്ട് ഖുർആന്റെ ശത്രു ആണല്ലോ ഈ ശൈത്താന്റെതാണെന്നാ തോന്നുന്നത്. അതുകൊണ്ട് ഇതിനിപ്പോ നമ്മളിവിടെ ഒന്നും ചികിത്സ ഒന്നുമില്ല, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ചികിത്സ ഉണ്ട്. ഈ റുഖിയ ശറഇയ്യ എന്ന് പറയുന്ന കുറെ ആയത്തും ദിക്റും ഒക്കെ കാസറ്റിലാക്കിയാണ്. അത് വേണമെങ്കിൽ ഞങ്ങൾക്ക് തരാം, നിങ്ങളുടെ വീട്ടിൽ വന്നോളി, ഞാൻ ഗൾഫിൽ പോയപ്പോ കൊണ്ടുവന്നാണ്. എന്തേ പറഞ്ഞത്? ഈ കുട്ടിയുടെ ഇളക്കൊക്കെ കാണുമ്പോ ഒരു ശൈത്താന്റെ ശല്യമാണ് തോന്നുന്നത്. അതിന് ചികിത്സ കേരളത്തിൽ അവൈലബിൾ അല്ല, ഗൾഫിൽ വ്യാപകമായിട്ടുണ്ട്. ഞാൻ ഇപ്പൊ പോയപ്പോ കൊണ്ടുവന്നാണ്. അതിന്റെ പേര് റുഖിയ ശറഇയ്യ എന്നാണ്. ആ മുജാഹിദിനെ പൊരുത്തപ്പെട്ടല്ലോ. കാരണം എന്താ, മന്ത്രം എന്ന് പറഞ്ഞിട്ടില്ല, എന്താണ് റുഖിയ ശറഇയ്യ. ആ മുജാഹിദ് എന്തോ ഒരു സാധനമാണ്. എന്താ റുഖിയ പറഞ്ഞ മന്ത്രം തന്നെയാണ്. അല്ല റുഖിയ നമ്മൾ അയലോകത്ത് താത്താന്റെ റുഖിയ ആ പേരല്ല പറഞ്ഞത്. റുഖിയ ശറഇയ്യ എന്നാണ് എന്റെ പേര്. അത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, അത് വേണമെങ്കിൽ ചികിത്സിച്ചു തരാറുണ്ട്. അപ്പൊ ബനും പറഞ്ഞു ആയിക്കോട്ടെ, അങ്ങനെ ആയിക്കോട്ടെ. അങ്ങനെ ഈ കുട്ടിയെ ചികിത്സിക്കാൻ കൊണ്ടുവരിക, സക്കരിയ സലാഹ് ചികിത്സിക്കുക, കുട്ടിയുടെ ശരീരത്തിൽ ജിന്നിറങ്ങുക. അപ്പൊ സക്കരിയാക്കൊരു പേടി, ഈ ഇറങ്ങിയ ജിന്നിപ്പ് എന്താകുക? അതങ്ങനെ എന്റെ മേത്ത് കൊണ്ട് കയറിയാലോ? അതൊരു പ്രശ്നം തന്നെയല്ലേ. ജിന്ന് പോണല്ലോ, ഓന്റെ മേത്തിന് ഇറങ്ങിയപ്പോലെ അവനാണ് മേത്ത് കയറാതിരിക്കുമ്പോണല്ലോ. സക്കരിയ അവർ എനിക്കാകെ ബേജാറായി. ഞാൻ വേഗം പോയിട്ട് ഒതുണ്ടാക്കി ആയത്തെ കുറിച്ച് ഓതാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു കേട്ടോ നിങ്ങൾ. അങ്ങനെ ഇവൻ വന്നു. അപ്പോ നിസ്കരിച്ചിട്ട് വരിക, അവൻ ഒന്നുണ്ട് ഒന്നോടുകൂടി. അപ്പൊ ഞാൻ എന്റെ ടേപ്പ് റിക്കാർഡ് സാധാ കാസറ്റ് ഇട്ടാണ് എന്റെ ചെവിയിലിട്ട് വെച്ചു കൊടുത്തു. ഞാൻ ഒന്നെടുത്ത് ഞാനിങ്ങനെ ആയത്തിൽ കുറിച്ച് ഓതി നിൽക്കാതെ വല്ല ചേത്തൻ എന്റെ ദേഹത്ത് കയറേണ്ട ഇറങ്ങണ ചേത്ത മൂപ്പരം മേത്ത് കയറണ്ടാച്ചിട്ട് മൂപ്പര് ആയത്തിൽ കുറിച്ച് ഓതി നിൽക്കുക. അങ്ങനെ കുട്ടി വന്ന് ചികിത്സ തുടങ്ങണം. അപ്പൊ കുറച്ചിന് കഴിഞ്ഞപ്പോ ഇവൻ എന്നിട്ട് ഇങ്ങനെ ഭയങ്കര ഒച്ച. ഞാനാകെ ബേജാറ, എനിക്ക് നെഞ്ചിടിപ്പ് കൂടി. ഞാൻ ആദ്യമായിട്ട് ഫസ്റ്റ് ചികിത്സയാണ് ഗൾഫിൽ നിന്ന് കൊടുത്തിട്ടുള്ളൂ. ഇവരെ കുറ്റപ്പെടുത്തിട്ട് കാര്യമില്ല. അപ്പൊ ശരിയാക്കും. ഇപ്പൊ നല്ല ക്ലിയറിലാണ്. ഇപ്പൊ ചവിട്ടിൽ തുടങ്ങിയിരുന്നത് ആദ്യത്തെ. അതിപ്പോ ആർക്കാരും ഉണ്ടാവില്ല. അതിന്റെ പേര് നമ്മൾ മുജാഹിദിനെ കുറ്റപ്പെടുത്തില്ലോ. അത് മനുഷ്യ സഹജല്ലേ. ആദ്യമായിട്ട് ചികിത്സിക്കുമ്പോ പേടി ഉണ്ടാവുന്നുള്ളത്. അതിനെന്താ നമ്മൾ അവരെ ആക്ഷേപിക്കുന്നു? അവരട്ടെ. അപ്പൊ ഞാൻ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു നോക്കി, എന്നൊക്കെ പറഞ്ഞു നോക്കി. എന്നിട്ടോ ഒന്നും നിൽക്കുന്നില്ല. പോണില്ല. പോ ഷൈത്താനെ പറഞ്ഞു പോണില്ല. പോകാൻ പറഞ്ഞു നമ്മളെ കൊന്നല്ലേ, എവിടേക്കാ പോവുക? പോകണ്ടേ? പോണില്ല. പലതും പറഞ്ഞു നോക്കി, സാധനം പോകണ്ടേ. എന്നിട്ടോ ചാടിയും എണീറ്റ് പാടിന്റെ ടേപ്പ് കാർഡ് അപ്പുറത്തേക്ക് മറിഞ്ഞ് നല്ല ലാപ്ടോപ്പിന്റെ ഒരു ഇതുണ്ടായിരുന്നു, അത് കെട്ടി. അപ്പൊ അങ്ങനെ എന്നിട്ട് പിന്നെ ഒക്കെ കഴിഞ്ഞ് ഉറക്കുന്ന ഉണർന്ന മാതിരി എന്താടാ നീ കാണിച്ച്? അല്ല ഇത് കണ്ടതൊക്കെ നീ കാണിച്ചല്ലേ? അല്ല ഉസ്താദിനെ അവിടെ ഇരുത്തിയിട്ട് കാസറ്റ് കണ്ടോ, 100 എന്തോ വന്നപ്പോ എന്റെ തലയിലൂടെ എന്തോ മിന്നുന്ന പോലെ തോന്നി. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. നല്ല ചികിത്സ. അപ്പൊ പിന്നെ മുജാഹിദിന്റെ വിഷയം മാറി. ചികിത്സ ഞങ്ങൾക്ക് തർക്കമില്ല. ചികിത്സിച്ചു കഴിഞ്ഞാൽ അപ്പൊ മുജാഹിദ് പറഞ്ഞു, റസൂലുള്ളാഹിന്റെ കാലത്ത് തന്നെ കൈമടക്ക് വാങ്ങിയിട്ടുണ്ടല്ലോ, സഹാബത്ത് വാങ്ങിയിട്ടുണ്ടല്ലോ. സഹാബത്ത് നാട്ടിൽ പോയി അവർ മന്ത്രി ചോദി കൊടുത്തു. ഹൽഫിക്കും റാക്കിന്ന് ചോദിച്ചു വന്നപ്പോ സഹാബത്ത് മന്ത്രി ചോദി കൊടുത്തു. അപ്പൊ അവർക്ക് 30 ആട് കൈമടക്ക് കൊടുത്തു. എത്ര ആട് കൊടുത്തു മുജാഹിദ് ഇപ്പൊ പറയണത്? ഒരു മന്ത്രത്തിന് 30 ആടേ. ഒരു ആടിന് എന്ത് വില ഉണ്ടാവും? നമ്മൾ വലിയ വില ഒന്നും കൂട്ടേണ്ട. 1000 റുപ്യ കുട്ടിയാണ്. ഇപ്പൊ എത്രയായി? 30,000 റുപ്യ. ഒരൊറ്റ ഒത്തിന് കൈമടക്ക് 30,000 റുപ്യ. നമ്മളെ കുര്യത്തിൽക്ക് അഷറത്തും കാമില. അതിനപ്പുറം കിട്ടണില്ല. സഹാബത്ത് 30 ആടാ. 30,000
അത് കൊടുക്കുന്ന കൈമടക്ക് വാങ്ങുന്നവർക്ക് അങ്ങനെ മുത്തനബിനടുക്കലെത്തി സഹീൽ ബുഖാരി ഉദ്ധരിക്കുന്ന അല്ലാഹുവിന്റെ റസൂലോട് പറയുന്നത് ഞങ്ങളെ തൗഹീദ് പ്രചരിപ്പിക്കാൻ പോയപ്പോ അല്ലാഹുവിനെ ശേഖരിച്ചില്ലത് ഞങ്ങൾ അവരുടെ ആ സമയത്ത് നാട്ടിലെ നാട്ടുമക്കൾ അപ്പൊ നബി എന്താ പറഞ്ഞു? സുബ്ഹാന ജല്ല ജലാലു വഅമ്മൻ അവാലു തൗഹീദ് പ്രചരിപ്പിക്കാൻ വേണ്ടി നാട്ടിലേക്ക് പോയിട്ട് ഷിർക്കും ചെയ്ത് കൈമടക്കും വാങ്ങിപ്പോന്നല്ലേ കൊണ്ടുപോയിനാടുന്നു പറഞ്ഞില്ല. അല്ലാഹുവിന്റെ റസൂൽ വതബസ്സമൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തനബി ഒന്ന് പുഞ്ചിരിച്ചു കൊടുത്തു. പുഞ്ചിരിച്ചു. അല്ലാഹുവിന്റെ റസൂൽ പുഞ്ചിരിക്കാൻ ചോദിക്കുന്നതാണ്, ആരാണ് നിങ്ങൾക്കിത് മന്ത്രമാണ് പറയുന്നത്? സഹാബത്ത് കേരളത്തെ പറഞ്ഞപ്പോൾ അതൊന്നൊരു പുറകെ എനിക്കും തരണേ. മുജാഹിദിന്റെ ഭാഷയിൽ പറഞ്ഞ ഷിർക്കിന്റെ ഒരു കഷ്ണം നമുക്കും തരുന്നുണ്ട്. തീൻ കണ്ടപ്പോ റസൂലുള്ളാഹി ദീൻ പറഞ്ഞു. ഇവര് പറയേണ്ടി വരില്ലേ? അപ്പതാ പുതിയ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, മന്ത്രി ചുരിയാൽ കൈമടക്ക് വാങ്ങാം. പക്ഷെ അതിന്റെ വിധി എന്താണെന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കുള്ള അഭിപ്രായത്തിൽ വിധി സുന്നത്താണോ നിർബന്ധമാണോ? എവിടെ എത്തിപ്പോ? ഇപ്പൊ എല്ലാവരും തുടങ്ങി, എല്ലാവരും തുടങ്ങിയില്ലേ? ഇത് സക്കരിയ സലാഹിയാണെങ്കിൽ മറുഗ്രൂപ്പർ ഓതുന്നുള്ളൂ. മറുഗ്രൂപ്പൻ ഭയങ്കര ഊത്തല്ലേ? സക്കരിയ സലാഹി ഊതിന്ന് കണ്ടപ്പോ മറുഗ്രൂപ്പ് കളിയാക്കി, കണ്ടോ സുന്നികളെ മാറ്റി ജില്ലൂരികളും ആയില്ലേ? ഇവിടെ വന്ന ടീമാണ് ജില്ലൂരി. അപ്പൊ സക്കരിയ അതൊന്നും പറയണ്ട, ഞാൻ മാത്രമല്ല എല്ലാവരും ഊതുന്നു. ചിലര് തലയിൽ മുണ്ടിട്ട് പോയി ഊതുന്നു, ചില നേരെ ഊതുന്നു. ഒരാള് മക്കത്ത് പോയിട്ടൂടെ ഊതി കൊടുത്തിട്ടില്ലേ? അവിടെ പോയിട്ടൂടെ ജിന്നറിയില്ലേ? നോക്കുമ്പോ എല്ലാവരും ഊത്തില്ല. ഇതന്നെ ഇപ്പൊ നമ്മളടുത്തേക്ക് ആള് കുറഞ്ഞല്ലേ? പരമ്പരക്ക് ഊത്തു. പണ്ട് ഞാൻ അവിടെ വലമ്പൂര് ജോലി ചെയ്യുമ്പോ അവിടെ ഒരു അബ്ദുല്ലാക്കുണ്ടായിരുന്നു. അബ്ദുല്ലാക്ക് ജുമാക്ക് പള്ളിക്ക് ഞാൻ ചോദിക്കല്ല, അബ്ദുല്ലാക്ക് അപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ പറയും ഭയങ്കര. പക്ഷെ രാത്രിയാണ് ആൾക്കാരൊക്കെ വരുന്നത്. അപ്പൊ എന്താ അബ്ദുല്ലാക്ക് രാത്രി? അത് മങ്കടക്കാരൊക്കെ രാത്രി വരും. അപ്പോൾ എനിക്കിത് ആദ്യം മനസ്സിലായി. ഞാൻ ചോദിച്ചു, എന്താ രാത്രിക്ക് മങ്കട നല്ല ബസ് കൂട്ടി വയ്ക്കുന്നു? അല്ല ഉസ്താദ്, ഇവരൊക്കെ മുജാഹിദീങ്ങളാണ്. രാത്രി മുട്ടി എനിക്ക് ഉറപ്പാണ്. ഞാൻ ചോദിക്കും, മങ്കട നിലയാണ് നിങ്ങളെന്തപ്പോ പോന്നു? പകൽ കണ്ട ആൾക്കാരുടെ കളിയാക്കൂല. ശരി, ഇത് രാത്രി പ്രസംഗം മാത്രമുള്ളൂ. സ്റ്റേജ് കിട്ടിയ പേജ് കിട്ടിയ റുക്കാവത്തമായി മുഷിർക്കെന്ന് പറയും. ഇവരൊക്കെ ആരെയും തപ്പിയാലോ എന്റെ അഭിമന്യനായ മർഹൂം കല്ലൂർ സല്ലല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പറയാനുണ്ട്, സ്റ്റേജ് കിട്ടിയ ഇന്ന റുക്കാവത്തമായി മുഷിർക്കും മന്ത്രിച്ചുകൊണ്ടും മൈക്കിൽ കെട്ടലും ഷിർക്കാണെന്ന് പറയുന്ന മുജാഹിദിന്റെ ആരെയും തപ്പിയ ഒലക്ക പോലെ തൈക്കലുണ്ടാവുന്നില്ല. ആ പറഞ്ഞതുപോലെ എല്ലാവരും അവൻ ചോദിക്കാൻ പാടില്ല, ഇറങ്ങിപ്പോ എന്ന് മാത്രം പറയാ. അങ്ങനെ ഇസ്യാക്കലി കല്ലിക്കണ്ടി ഇറക്കി. ജില്ലാ സെക്രട്ടറിയാണ് കണ്ണൂർ ജില്ലന്റെ. 52 57 കണ്ണൂർ ജില്ല. നമുക്ക് 5 വോട്ടിനെ നമുക്ക് പോയത്. എന്താ കളിയെന്നറിയോ? അവസാന റൗണ്ടിൽ ജിന്നേറ്റാണ് ഇറങ്ങി. കണ്ണൂർ കോർപ്പറേഷൻ അവസാന റൗണ്ടിൽ രാകേഷിനെ കൊണ്ടാണ് മുജാഹിദ് കൊണ്ടാണ്. അപ്പൊ കുറെ വിവരമില്ലാത്ത മനുഷ്യന്മാരുണ്ടാവുമല്ലോ. കാരണം ഇവരെ വിശദീകരണം മാത്രം, ഏകപക്ഷീയ വിശദീകരണം മാത്രം കേട്ടല്ലേ ഇപ്പോഴല്ലേ നമ്മൾ വിശദീകരിക്കാൻ തുടങ്ങിയത്. ഇപ്പൊ ആൾക്ക് കാര്യം മനസ്സിലായി. അങ്ങനെ പറഞ്ഞിട്ട് സക്കരിയാസനായി ചിന്നിറക്കുന്നുണ്ട്, തലശ്ശേരി ചിന്നിറക്കുന്ന കേന്ദ്രമുണ്ട്, CP സലീം ചിന്നിറക്കുന്ന ആളാണ്, അടിച്ചെടുക്കാൻ പോണ ആളാണെന്ന് പറഞ്ഞ് വിവരമില്ലാത്ത കുറെ മുജാഹിദീങ്ങളെ പൊട്ടിച്ച് 5 വോട്ടിന് തൽക്കാലം രക്ഷപ്പെട്ടു. ജില്ലാ സെക്രട്ടറിയായി. ഇവര് പ്രധാന ആളാ. പക്ഷെ ഇയാൾ 2010 ഹജ്ജിന് പോയപ്പോ കൂടെ ഉള്ളൊരു പൊമ്പർ നോക്ക് ഇങ്ങനെ ഉണ്ടായി. കൂടെ നേരത്തെ ഉണ്ടായിരുന്ന യുവാവിനിക്കുണ്ടായതുപോലെ മുജാഹിദിന്റെ കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ഇസ്ഹാഖലി കല്ലിക്കണ്ടിന്റെ കൂടെ പെമ്പർ നോക്കുണ്ടായി. എന്നിട്ട് എന്താ ചെയ്തത്? അപ്പൊ ഇയാൾക്ക് വഹിയുണ്ടാവും. അല്ല, വഹിയില്ലെങ്കിൽ അറിയില്ലല്ലോ. ഇസ്ഹാഖലിക്ക് മക്കത്തായതുകൊണ്ട് പ്രത്യേക വഹി ഉണ്ടായിക്കാണും. എന്നിട്ട് ദാറുൽ ഹബീബ് എന്ന മക്ക ഇസ്ലാമത്തിന്റെ പുറത്ത് കൗണ്ടറിന്റെ അവിടെ ഇങ്ങനെ പെണ്ണിന് ഇറങ്ങിപ്പോ എന്നിങ്ങനെ പറഞ്ഞിട്ട്
എന്തായാലും നമ്മളൊക്കെ മക്കൾക്ക് പോയിട്ട് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക. ഈ തലീൽ ഇറക്കാം. മുജാഹിദിന്റെ കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി അടക്കമുള്ള മുജാഹിദിന് എന്താ പണി? ഇറങ്ങിപ്പോ 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 ഇറങ്ങിപ്പോ. ഹറാമെന്ന് ഇറങ്ങാനല്ലാറുണ്ട്. ജിന്നിനോട് മുജാഹിദിന്റെ ശരീരത്തിന് ഇറങ്ങിപ്പോകാൻ അവർ. എന്നിട്ട് ഇവരപ്പ നമ്മളെ കുറിച്ച് ശിർക്കാരൊക്കെ നാണല്ലോ പറയട്ടെ. എത്ര സ്ഥലത്ത് ഞാൻ പറഞ്ഞു എന്റെ ആൾക്ക് ഷോക്കോസ് നോട്ടീസ് കൊടുക്കാത്തങ്ങള്. ഷോക്കോസ് നോട്ടീസ് കൊടുക്കാൻ ഇനി മനസ്സുപോലിട്ടോ എന്ന നിലക്ക് ഞാൻ ഇതൊക്കെ പറയാതിരിക്കുകയാണ്. വേണ്ടി വന്നാ ഞാൻ പറയുന്ന മൂപ്പര് പറഞ്ഞു. വലിയ വലിയ നേതാക്കന്മാര്, ജില്ലാ നേതാക്കന്മാര്, സംസ്ഥാന നേതാക്കന്മാരൊക്കെ മൂപ്പരത്തെ ചികിത്സക്ക് പോയിട്ടുണ്ട്. ആ ജില്ലാ നേതാക്കന്മാര്, സംസ്ഥാനം ഒക്കെ ചികിത്സിക്കുന്നുണ്ട്. പക്ഷെ ഒരു വ്യത്യാസം എങ്ങനെ പോവുക? തലയിൽ മുണ്ടിട്ട് പോവുക. ഇപ്പൊ സകല മുജാഹിദ് അല്ലാത്ത മറ്റൊരു തലയിൽ മുണ്ടില്ല. സുന്നത്ത് വിദേത്താണ്. ഒരൊറ്റ മുജാഹിദിന്റെ തലയിൽ നിൽക്കുന്ന സുന്നത്താണ്, വിദേത്താന്റെ തലയിൽ മുണ്ടില്ല. എന്നാ മന്ത്രിക്കാൻ വന്നോ തലയിൽ മുണ്ടിട്ട് പോവും. സ്റ്റേജിക്കോ കൊണ്ടിട്ട് പോവുക. ഇപ്പുറത്ത് വന്നിട്ട് ഖുറാഫാത്ത എന്ന് പറയും ചെയ്യാ അല്ലേ? ഇനിയും മനസ്സിലായതെന്ന് പറഞ്ഞ ഇത്രയൊക്കെ ആയിട്ട് എല്ലാം പകൽ വെളിച്ചം പോലെ വ്യക്തമായി എന്തിനാണ് ഇനിയും ഇനിയും ഇപ്പൊ മുജാഹിദിന്റെ പള്ളിക്കത്തെ അവസ്ഥകത ഈ പുസ്തകത്തിൽ പറയുന്നത് എന്താ? മുജാഹിദിന്റെ പള്ളിക്കത്തെ അവസ്ഥ ഇതിൽ പറയാണ് ദിക്റും ദുആയും നമുക്ക് ഇനി വെള്ളിയാഴ്ച ഖുത്ബയാണല്ലോ. ആ ഖുത്ബന്റെ അവസ്ഥ എന്താ? മുജാഹിദ് പണ്ഡിതൻ എഴുതുക. ഈ പുസ്തകത്തിന്റെ എഡിറ്റോറിയൽ പേജിൽ പറയാണ് പള്ളിത്തെ മെമ്പറിന്റെ അവസ്ഥ എന്താ? പവിത്രമായ മിമ്പറുകളും തരംതാണ സംഘടനാ പ്രവർത്തനങ്ങൾക്കായി ദുരുപയോഗം ചെയ്യപ്പെടുകയാണ്. വെള്ളിയാഴ്ചയിലെ 2 ഖുത്ബകൾ മിക്കവാറും അടുത്തൊരാഴ്ചകളിൽ നടക്കുന്ന സംഘടനാ പരിപാടികളുടെയും പൊതുപ്രസംഗങ്ങളുടെയും വിശദവിവരങ്ങളും അവിടങ്ങളിൽ പരമാവധി ആളുകൾ പങ്കെടുക്കുന്നതിന്റെ ആവശ്യകതയും സംഘടനാ മെമ്പർഷിപ്പുകളുടെ പ്രാധാന്യങ്ങളെയും വിളംബര വേദിയായി അധപ്പതിക്കുകയാണ്. എന്താണ് മുജാഹിദിന്റെ വേദിയിലേക്ക് എന്താ? ഇപ്പൊ അടുത്ത് മുജാഹിദിന്റെ പള്ളിയിൽ ഒരാൾ ഖുത്ബ ഓതി. എന്താ ഖുത്ബ ഓതുന്നത്? മുക്കത്ത് സമ്മേളനം നടക്കുന്നതിൽ പങ്കെടുക്കണം. ഫോൺ ജില്ലൂരിയ. അപ്പൊ സഹസ്രാൾ പറഞ്ഞു മുക്കത്ത് മാത്രമല്ല കുറ്റാടിയിലും ഉണ്ട് 2 ഖുത്ബ പ്രസംഗമാണ്. പ്രസംഗം തിരിഞ്ഞാൽ മതി. എല്ലാവരും തിരിഞ്ഞു. അപ്പൊ ഒരാൾ പറഞ്ഞു അത് പറയണ്ട, അത് 2 മാത്രമല്ല കാസർകോട്ട് വേറൊന്നുണ്ട്. മടവൂരി എത്ര ഖുത്ബ? അത് കഴിഞ്ഞപ്പോൾ ഇയാൾ പരിതപിക്കുകയാണെങ്കിൽ എന്താ നമ്മുടെ ഖുത്ബയുടെ അവസ്ഥ? സക്കരിയ സലാഹി പ്രസംഗിക്കുന്നുണ്ട്. സക്കരിയ സലാഹി പറയാം എന്താ നമ്മുടെ ഖുത്ബയുടെ ഓരോരുത്തർ ഖുത്ബാൻ വരുന്ന കണ്ടിട്ടില്ലേ? തെങ്ങമ്മ കയറാൻ വരുന്നതായിരിക്കും ഓരോരുത്തർ. നമ്മൾ പറയില്ലല്ലോ, നമ്മൾ ആക്ഷേപിക്കില്ലല്ലോ, നമ്മൾ കുമ്പപ്പെടുത്തില്ലല്ലോ. അവര് പറഞ്ഞ് നിങ്ങളെ കേൾപ്പിക്കുക മാത്രമേ മതിയുള്ളൂ. പറയട്ടെ സക്കരിയ സലാഹി. പക്ഷെ ഉറങ്ങാനായിട്ട് ചാരിയിരിക്കാണ് ചില ആളുകള്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ പറഞ്ഞാണ്. അത് മാത്രല്ല ഖുത്ബകളൊക്കെ ഒരു ചടങ്ങായി മാറി. ഇപ്പൊ എന്താ നമ്മളെ പള്ളി കൊണ്ട് നടക്കണത്? അറിവുള്ളവരൊക്കെ ഖുത്ബിനെ ഇറക്കിയിട്ട് ചെക്കന്മാരെ കയറ്റുക. ജാഹിലികൾ ജാമീന്ന് വല്ല ചെക്കന്മാരെ കയറ്റുക. ജാമിയ ഒരു സ്ഥാപനമുണ്ട്. അവിടുന്ന് പിന്നെ കുട്ടികളെ ചെക്കന്മാര് എന്തെല്ലോ പറഞ്ഞു. എന്നിട്ട് എന്തെല്ലോ വിളിച്ചു പറയാ. എന്ത് വെള്ളിയാഴ്ച ദിവസം 2 റക്അത്തിന്റെ സ്ഥാനത്തുള്ള ഖുത്ബയില് എന്തെല്ലോ വിളിച്ചു പറയുന്നത് ഞങ്ങൾ പണ്ടല്ലോ പറയുന്നു. നിങ്ങൾക്ക് അന്നല്ലോ മനസ്സിലായി. ഞങ്ങളെന്തെല്ലോ കാട്ടാനാണ്. നിങ്ങൾ നേരാക്കില്ല. ആളുകൾ ചോദിക്കാം, മുജാഹിദുകൾ അല്ലാത്ത ആളുകൾ ചോദിക്കാം, മിമ്പർക്കും ഖുത്ബക്കും ഒരു ബലിന്നലി ഞങ്ങളൊക്കെ കൽപ്പിക്കുന്നുണ്ട്. അത് നിങ്ങളിപ്പോ തീരെ ഇല്ലാണ്ടാക്കിയോ? ഇപ്പോഴല്ല മുൻപന്നെ ഉണ്ടാക്കിയതാണ്. കുറച്ച് കൂടുതലായി. ഒരുത്തം വരുന്നുണ്ടാവില്ല. തെങ്ങുമ്പോ കയറാൻ വരുന്ന വയ്യ വരിക. എവിടെ കയറാൻ വരുന്ന? മിമ്പറമ്മ കയറാൻ വരുന്ന, തെങ്ങുമ്പോ കയറാൻ വരണോ? പാന്റൊക്കെ ഇൻസർട്ടാക്കി തിരികി ബെൽറ്റൊക്കെ കെട്ടിയ അവറത്തൊക്കെ ഇങ്ങനെ പ്രൊജക്ട് ചെയ്തിട്ട് എന്തിനാണ് ഞാൻ നാണല്ല പടത്തോലപ്പേടി പടപ്പലിൽ കൂടി അതിന് തലയിൽ കെട്ടാൻ പറ്റൂല. തര പക്ഷെ
കെട്ടി ബെൽറ്റ് കെട്ടി ബെറ്റുമ്പോ ബെൽറ്റും ബെല്ലാന്തര ബെല്ലന്മാർ പോലെ ബെറ്റുമ്പോ ഇത് കെട്ടിയിട്ട് ഇങ്ങനെ പ്രൊജക്ട് ചെയ്തിട്ട് അവർക്ക് പ്രൊജക്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? എവിടേക്കാണ് നമ്മളല്ല ചോദിക്കുന്നത്. ഇനി ഹുത്ബ മാത്രമല്ല, അവരുടെ നിസ്കാരത്തിന്റെ അവസ്ഥ എന്താ? കയ്യെട്ടണ പണ്ടൊക്കെ അല്ലാഹു പറഞ്ഞിട്ട് ഈ കത്തിരി കെട്ടുണ്ടായിരുന്നു അല്ലെ? ചില കുളത്തേം ചെയ്തു. ഇപ്പത്തെ കെട്ടം ഇപ്പൊ നിസ്കാരത്തിന്റെ അവസ്ഥ അങ്ങോട്ട് കിട്ടും എങ്ങനെ പോലും അതിലൊന്നും ഇപ്പൊ മുജാഹിദിന് കഥല്ല. അദ്ദേഹം പറയുന്നില്ല മുജാഹിദിന്റെ എവിടേക്കാണ് ഈ കൈ കെട്ടുന്നതിന്റെ അവസ്ഥ വളരെ ദയനീയമാണ്. എല്ലാം വളരെ ദയനീയമാണ്. അല്പമെങ്കിലും പടച്ചവനെ കുറിച്ച് പേടിയുള്ളവർക്ക്, ഇവിടുന്ന് പോകണമെന്ന് ചിന്തയുള്ളവർക്ക്, ഇന്നല്ലെങ്കിൽ നാളെ മരിക്കുമെന്ന ബോധമുള്ളവർക്ക് അൽഹംദുലില്ലാഹ് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അവർ മാറിക്കൊണ്ടിരിക്കുന്നു. അല്ലാത്ത ആളുകൾ അവർ തെറിച്ചു അവര് തിരിച്ചു വരുന്നത് പ്രതീക്ഷയില്ല. അല്പമെങ്കിലും പടച്ചവനെ കുറിച്ച് പേടിയുണ്ടെങ്കിൽ ഇനി നിസ്കരിക്കാനാണ് നിന്നാലോ? 35 കൊല്ലമായി ഞാൻ ഈ പള്ളി നിസ്കരിക്കുന്നതോടെ നിൽക്കാരം നോക്കണം. നിങ്ങൾ ഇങ്ങനെയൊക്കെ ഏപ്പിട്ട് നോക്കിയിട്ട് മൂത്രങ്ങൾ കുടിച്ചാൽ ഇങ്ങനെയൊക്കെ 35 കൊല്ലമായി മുജാഹിദ് പള്ളിന്റെ ഇമാമിന്റെ കഥ പോയി പറഞ്ഞു. പിന്നെ ഇന്നലെ ഞാൻ സുന്നീന മുജാഹിദിൽ പോയെന്ന കഥ പറയണ്ടല്ലോ. 35 എങ്ങനെ പറഞ്ഞു? ഞാൻ ആ വാക്ക് ഉദ്ധരിക്കുന്നത് എനിക്ക് പറയാൻ പ്രയാസമില്ല. അയാളാണ് ഇന്നും പറഞ്ഞു, എന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞു. ഏപ്പിട്ട് നോക്കിയിട്ട് മൂത്രങ്ങൾ കുടിച്ചാൽ ഇങ്ങനെയൊക്കെ എന്താ ഒന്നും താല്പര്യമില്ല. എന്തൊക്കെയോ ചെയ്തു, മറ്റുള്ളവർക്ക് എന്തെല്ലോ ചെയ്തു. കൈകെട്ടലോ അങ്ങനെ നിസ്കരിക്കാൻ നിൽക്കണ്ടേ? കൈകെട്ടണോ? ലവനായി നിന്നിട്ട് കട്ടല് നിവർത്തി തല അല്പം കുനിച്ച് സുജൂദിന്റെ ഭാഗത്തേക്ക് നോക്കണം. കയ്യെട്ടിലല്ല, കയ്യെട്ടിന് വാദപ്രതിവാദം എത്ര ഗൗരവമുള്ള വിഷയം. വളരെ ഗൗരവമാണ്. 35 കൊല്ലമായി പള്ളിക്കത്തെ ഇമാമിന് ഒരു ഗൗരവമില്ല. മുജാഹിദിന്റെ അവസ്ഥ ഇനി മുജാഹിദിലേക്ക് വന്നൊരവസ്ഥ അതുകൂടി പറഞ്ഞാൽ നിർത്താം. ചോദിക്കാൻ ആളെ പേരില്ലല്ലോ. ഇൻഷാ അല്ലാഹ് ഇനി മൂപ്പർക്ക് അവസരം ഒന്നുകൂടിയും കാണിക്കാം. ഇതൊന്നും കണ്ടിട്ടും കേട്ടിട്ടും നേരാത്ത ചോദിച്ചിട്ട് ബാക്കി മുമ്പ് ചോദിക്കുമ്പോൾ നമുക്ക് അവസരം എടുത്ത് കൊടുക്കുകയും ചെയ്യാം. ഇന്നത്തെ മുജാഹിദിന്റെ അവസ്ഥ ഇനി അദ്ദേഹം പറയട്ടെ, ഞാൻ പറയണ്ടല്ലോ. എന്തപ്പത്തെ മുജാഹിദിന്റെ അവസ്ഥ? ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ആലിമീങ്ങളെ കുറിച്ച്, നമ്മുടെ മഹത്തുക്കളെ കുറിച്ച്, സ്വാലിഹീങ്ങളെ കുറിച്ച്, അൽഹംദുലില്ലാഹ് അവരുടെ സൂക്ഷ്മതയെ കുറിച്ച്, അവരുടെ പടച്ചവനെ കുറിച്ചുള്ള പേടിയെ കുറിച്ച് നിങ്ങൾക്കൊന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? മുസ്ലിമീങ്ങളെ, കന്നിയത്ത് ഉസ്താദിനെ പോലൊരാ, ശംസുൽ ഉലമയെ പോലൊരാൾ അപ്പുറത്ത് ചൂണ്ടിക്കാണിക്കാൻ ഒരാളുണ്ടോ? അല്ലേ? എന്താ സൂക്ഷ്മത? കഴിഞ്ഞുപോയ ഓരോ മഹാന്മാരെ കുറിച്ച് നോക്കുന്നു. അവരൊക്കെ എത്ര നല്ലവരായിരുന്നു, എത്ര സ്വാധീനങ്ങളായിരുന്നു, അവരുടെ ജീവിത വിശുദ്ധി എന്തായിരുന്നു. ഞാൻ 2 ദിവസം അങ്ങനെ അവർക്ക് പള്ളിയിലെ പരിപാടിക്ക് അവിടെ ഒരു വീട്ടിൽ അവരുടെ പള്ളി പ്രബോധന സ്പെഷ്യൽ പരിപാടി അതിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇന്ത്യ രാജ്യത്ത് എങ്ങനെയാണ് ഇസ്ലാം പ്രബോധനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ജമാഅത്ത് ഇസ്ലാമിന്റെ ജുഹീദ്. അതിന്റെ 60ാം വാർഷിക സ്പെഷ്യൽ പതിപ്പിൽ പറയുന്നു, ഇന്ത്യ രാജ്യത്ത് ഇസ്ലാം വ്യാപിച്ചത്, ആളുകൾ കൂട്ടമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. പ്രബോധനം പറയുന്നു. അതൊന്നും ഇവരാരും തൗഹീദ് പ്രചരിപ്പിച്ചിട്ടില്ല, മുജാഹിദ് പ്രചരിപ്പിച്ചിട്ടില്ല, ജമാഅത്ത് ഇസ്ലാം പ്രചരിപ്പിച്ചിട്ടില്ല. ഇന്നലകളിൽ ഇവിടെ ജീവിച്ചു പോയ ഒട്ടേറെ മഹത്തുക്കൾ അവരുടെ ജീവിത വിശുദ്ധി കണ്ടിട്ടാണ് 10,000-കണക്കിന് ആളുകൾ വിശുദ്ധമായ ഇസ്ലാമിന്റെ തീരത്തെ കടന്നു. സുന്നി അഫ്കാറല്ല, പ്രബോധനം വാസിക്കുക. എന്നിട്ട് പ്രത്യേകം എടുത്തു പറയുന്നു, മഹാനായ അജ്മീർ മുറവിട്ട് കിടപ്പുള്ള മഹാനായ ഹാജാ മുഈനുദ്ദീൻ ചിശ്തിയിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീം, ആ മഹാന്റെ ജീവിത വിശുദ്ധി കണ്ട് ആയിരങ്ങളാണ് ഇസ്ലാമിലേക്ക് കടന്നത്. ശരിയല്ലേ? ആയിരക്കണക്കിന് ആളുകളാണ് മഹാനായ അജ്മീർ ശൈഖിന്റെ കൈയും പിടിച്ചുകൊണ്ട് വിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. മഹാനായ
കേരളത്തിലെ കടന്നു വന്നത് അതിവിരക്തകൾക്കാണ്, ചരിക്കണ്ടൽക്കാണ്. എന്നിട്ട് കുറിച്ച് പറയുന്നു അവർ കാഫിറുകളാണ്, മുശ്രിക്കുകളാണ്, ഇസ്ലാമിന്റെ പുറത്താണ്, പടച്ചിറക്കുന്ന വലിയൊരു ആരോപണം. സഹിക്കാൻ കഴിയാൻ, ഉൾക്കൊള്ളാൻ കഴിയാൻ. എന്നാൽ സക്കരിയ സലാഹി പറയുന്നു ഇപ്പോഴത്തെ മുജാഹിദിന്റെ അവസ്ഥ അദ്ദേഹം തന്നെ പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് നമ്മളെ കണ്ടിട്ട് ആരെങ്കിലും മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വരുന്നുണ്ടോ? മുജാഹിദുകളായി നാട്ടിൽ അറിയപ്പെടുന്ന ആളുകൾ, KNM-ന്റെ ISM-ന്റെ ഒക്കെ ആളുകൾ അവരുടെ ജീവിത വിശുദ്ധി കണ്ടിട്ട് ഈ പ്രസ്ഥാനത്തിലേക്ക് വരുന്നത് വളരെ കുറച്ച് മാത്രമാണ്. ഇല്ലേ, മുജാഹിദിന്റെ ജീവിത വിശുദ്ധി അതിലേക്ക് ആളുകൾ വരുന്നത് വേറെ എന്തെങ്കിലും കണ്ടിട്ടില്ല. അവിടെ പോയാൽ അല്ല, ജീവിത വിശുദ്ധി കണ്ടിട്ടല്ല. കാരണം എന്താ അറിയോ, മുമ്പ് മുജാഹിദുകൾ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് അതിന്റേതായ ക്വാളിറ്റി ഉണ്ടായിരുന്നു. ശരിയാണ്. അന്നത്തെ മുജാഹിദ് കുറച്ച് ക്വാളിറ്റി ഉണ്ടായിരുന്നു. അന്നത്തെ മുജാഹിദ് നബിദിനെ ആഘോഷിച്ചു, കുറച്ചൊക്കെ ക്വാളിറ്റി ഉണ്ടായിരുന്നു. അന്നത്തെ മുജാഹിദ് ഇന്നത്തെ മുജാഹിദ് എതിർക്കുന്ന ഒട്ടുമുക്ക കാര്യങ്ങൾ പറയാൻ പറ്റുമോ? പഴയകാല മുജാഹിദിന്റെ പ്രസിദ്ധീകരണം എടുത്ത് നോക്കൂ നിങ്ങൾ. KM മൗലവിന്റെ നബിദിനാഘോഷത്തെ കുറിച്ച് പറഞ്ഞ് അദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരണം നോക്കൂ നിങ്ങൾ. പവിത്രമായ റബീഉൽ അവ്വൽ മാസം ഇതാ കടന്നു വന്നിരിക്കുന്നു. റബീഉൽ അവ്വൽ മാസം പിറക്കുന്നത് കേൾക്കുമ്പോൾ മുസ്ലിമീങ്ങൾ ആനന്ദ തുല്യരായി വഹിക്കുന്നു. കാരണം 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ റബീഉൽ അവ്വൽ മാസത്തിലാണ് ലോകൈക ഗുരുവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ായത് എന്നതാണ് അതിന് കാരണം. അതിന്റെ ലെറ്റർ ഹെഡ് തന്നെ എങ്ങനെയാണ്, ഹെഡിങ് തന്നെ കൊടുത്തിരിക്കുന്നത്, സ്വാഗതം ചെയ്യാൻ നിങ്ങൾ സന്നദ്ധരാവുക. ആര് പറയുന്നു? അന്നവർ തറാവിയെ 20 അവർ തലമറിച്ചിരുന്നു. അല്ലറ ചില്ലറ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മുജാഹിദോ, ഇന്നത്തെ മുജാഹിദിന്റെ അവസ്ഥ എന്താ? ഇപ്പൊ ആള് കൂടിയപ്പോ എന്ത് സംഭവിച്ചിട്ടപ്പോ ക്വാളിറ്റി കുറഞ്ഞു. ക്വാളിറ്റി കുറഞ്ഞ ചപ്പും ചവറും ഒക്കെ ഇതിലേക്ക് കയറി വന്നു. ശരിയാണ്. മഹല്ല് വേണ്ടാത്ത, നാട്ടുകാർക്ക് വേണ്ടാത്ത ചപ്പും ചവറൊക്കെ അങ്ങോട്ട് പോയി. പഠിച്ചിട്ടൊന്നല്ലേക്ക് പോണത്. പ്രത്യേകിച്ച് ഒരു പഠനമോ അല്ലെങ്കിൽ അന്വേഷണമോ നടത്താതെ കുറെ ആളുകൾ ഇതിലേക്ക് ഇങ്ങനെ വലിഞ്ഞു കയറി വന്നു. ശരിയാണ്. ഒരാൾക്കാര് ഒരു തൊഴിലില്ലാതെ കുറെ കടണ്ട്. അപ്പൊ ഏതൊരു സർവീസ് പറഞ്ഞു ജലം കൂടിക്കോ, നമുക്ക് എത്ര കടണ്ട്, നമ്മൾ ഗൾഫ് പോകണം, നമ്മളെടുത്തരാം, അങ്ങനെ കുറെ എണ്ണം ആര് വലിഞ്ഞു കയറി. നമ്മൾ പറയുമല്ലോ സക്കരിയ സലാഹിയല്ലേ ഓനൊക്കെ പ്രസിഡന്റും സെക്രട്ടറിയും മേഖലാ സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയും ഒക്കെ ആയിട്ട് അങ്ങനെ പോയി സംസ്ഥാനത്തിൽ വരെ എത്തി. പ്രത്യേകിച്ച് അദ്ദേഹം പറഞ്ഞ മുജാഹിദ് തുടർന്ന സമയം ഒരു ദുഃഖകരമായ അവസ്ഥയാണ്. കാരണം ആദ്യ നാട്ടിൽ 1-2 ആൾക്കാരാണ് ഇത് എട്ടായി തുടങ്ങുന്ന അവസ്ഥ. 8ക്കും വീതിക്കണെങ്കിൽ ഓരോന്നിലും 8 വേണം. ഇല്ല, പിള്ളേനൊക്കെ പിടിച്ച് വഹാബിയാക്കി മുജാഹിദ്. പ്രത്യേകിച്ച് സംഘടന പിളർന്ന സന്ദർഭത്തിൽ നമുക്കറിയാം KNM-നെ അനുകൂലിക്കുന്ന ഒരു കള്ളിത്തറിയാണ് നാട്ടിലെങ്കിലും ഓനെ നമ്മൾ സപ്പോർട്ട് ചെയ്യാണ്. കാരണം എന്താ, ആരും ഇല്ലല്ലോ അവിടെ. ഒരാളെങ്കിലും ഉണ്ടാകട്ടോ, അത്ര ഗുണമുള്ളവനൊന്നല്ല, എന്നാലും KNM-നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചപ്പെങ്കിൽ ചപ്പ്. അതൊക്കെ നന്നായിട്ടൊന്നുമല്ലേ ഇവർക്കറിയാം. ഈ വരുന്നവരൊക്കെ ആ നാട്ടുകാർക്കും വേണ്ടാത്ത മഹല്ല് കമ്മിറ്റിയുമായി കൊണ്ട് തെറ്റി നിൽക്കുന്ന, ഉസ്താദുമായി പിണങ്ങി നിൽക്കുന്ന, മഹല്ലുമായി കൊണ്ട് പല പ്രശ്നത്തിലും ഭിന്നിച്ചു നിൽക്കുന്ന ആർക്കും വേണ്ടാത്ത കള്ളിച്ചെടികളാണ്, കൊട്ടപ്പടികളാണ്, ചപ്പാണ്, പവറ. അവരെ പിടിച്ച് പ്രസിഡന്റ് സെക്രട്ടറിയാക്കി. ഓപ്പ് എവിടെ എന്ന നിലക്ക് പിന്നോ മാനേജ്മെന്റ് ക്വാട്ടയിൽ എത്തുകയാണ്. സംഘടനയിൽ മേഖലാ സെക്രട്ടറി ആവും, ജില്ലയും മേഖലയും ജില്ലയും ഒന്നുമില്ല, നേരിട്ട് സംസ്ഥാനത്തേക്കൊക്കെ എത്തുകയാണ്. ഈ ജപ്പാൻ സംസ്ഥാന സെക്രട്ടറി പ്രസിഡന്റ് ആവുന്നത് പ്രസ്ഥാനത്തിന്റെ ഗതികേടൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഇത്തരം
അന്തസ്സോടെ പറയാൻ കഴിയും, എത്ര അഭിമാനത്തോടെ പറയാൻ കഴിയും. നമ്മുടെ ആലിമീങ്ങൾ എത്ര ശുദ്ധരാ, എത്ര മഹത്തുക്കളാണ്, സ്വാലിഹീങ്ങളാണ് പറയാൻ കഴിയുമോ? കണ്ണിയത്തുസ്താദിനെ പോലെ ഒരാളപ്പുറത്ത് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? ശംസുലുലമയെ പോലെ ദീർഘതയുള്ള, ശംസുലുലമയെ പോലെ മഹത്വമുള്ള, ജീവിത വിശുദ്ധിയുള്ള ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ അപ്പുറത്ത് കഴിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, തെറ്റിദ്ധരിച്ചു പോകണ്ട. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുമ്പോഴേക്ക് അതിൽ പെട്ടുപോകണ്ട. ഇന്നല്ലെങ്കിൽ നാളെ മരണപ്പെട്ടു പോകേണ്ടവരല്ലേ? ഈ ലോകത്തോട് വിട പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഈമാൻ കിട്ടി മരിക്കണമെങ്കിൽ സ്വാലിഹീങ്ങളെ കൂടെ ചേരുക, മഹത്തുക്കളെ കൂടെ ചേരുക. വിശുദ്ധമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ 90ാം വാർഷിക മഹാസമ്മേളനം ആഘോഷിക്കുമ്പോ കേരള മുസ്ലിമീങ്ങളോട് സമസ്ത കേരള ജംഇയ്യത്തുൽ പറയുന്നുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ നമുക്ക് പറയാനുള്ളത്, ഇവിടെ ഒട്ടേറെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി എന്നല്ല, ഒട്ടേറെ കോളേജുകൾ ഉണ്ടാക്കി എന്നല്ല, ഒട്ടേറെ മദ്രസകൾ ഉണ്ടാക്കി എന്നല്ല. അൽഹംദുലില്ലാഹ് ഒരുപാട് മദ്രസകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒട്ടേറെ കോളേജുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൊക്കെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേരള മുസ്ലിമീങ്ങളുടെ മുമ്പിൽ, മലയാളികളുടെ മുമ്പിൽ കേരളത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ലോകത്ത് മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ അവിടങ്ങളിലൊക്കെ, അതോടൊപ്പം തന്നെ ഇതര സംസ്ഥാനങ്ങളിലുമൊക്കെ സമസ്ത കേരള ജംഇയ്യത്തുൽ മസ്ജിദ് ഏറ്റവും വലിയ സേവനമല്ല, ആദർശ വിശുദ്ധിയുടെ 90 വർഷം പിന്നിട്ടു എന്നുള്ളതാണ്. അങ്ങനെ പറയാൻ ആർക്കാണ് അവിടെ കഴിയുക? കഴിഞ്ഞ 90 വർഷം അൽഹംദുലില്ലാഹ് നമുക്കൊന്നും മാറ്റി പറയേണ്ടി വന്നിട്ടില്ല. കണ്ടോ, മുജാഹിദിന്റെ പുസ്തകം എടുത്തു നോക്കും നിങ്ങൾ. ഇപ്പോൾ പറയുന്നതെന്താ? പഴയ കാലത്തിന്റെ ഒരു പറഞ്ഞ സക്കാത്ത് സംഘടിതമായി കൊടുക്കേണ്ടതാണ്. എന്നാൽ പുതിയ പുസ്തകത്തിൽ പറയുന്നു, അല്ല, സക്കാത്ത് കൊടുക്കാൻ ഏറ്റവും നല്ലത് ഒറ്റയ്ക്ക് കൊടുക്കലാണ്. അൽഹംദുലില്ലാഹ് നമുക്ക് 90 വർഷം കഴിയേണ്ടി വന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പറയുന്നതാണ് ശരിയെന്ന് തിരിച്ചറിയാൻ 90 വർഷം നിങ്ങൾക്ക് കഴിയേണ്ടി വന്നു. നിങ്ങൾ അന്നേ പറഞ്ഞു, നിങ്ങൾ പറയുന്നതല്ല ശരി, നിങ്ങൾ പറയുന്നതല്ല ശരി, നിങ്ങൾ ചെയ്യുന്നതല്ല ശരി എന്നവരമ്മോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചെങ്കിൽ അൽഹംദുലില്ലാഹ് അതേ ചോദ്യങ്ങളൊക്കെ ഈ പുസ്തകത്തിൽ നിന്ന് മുജാഹിദിന്റെ ഒരു ഗ്രൂപ്പ് മറു ഗ്രൂപ്പിനോട് ചോദിക്കുകയാണ്. നമ്മൾ എന്താണോ അന്ന് സലഫികളോട് ചോദിച്ചത്, നമ്മൾ എന്താണോ അന്ന് വഹാബികളോട് ചോദിച്ചത്, നമ്മുടെ ആലിമീൻ അന്ന് കട്ടപ്പെട്ട ലേഖനങ്ങൾ, ആ ലേഖനങ്ങളെ തനി പകർപ്പാണോ പോകുന്ന രീതിയിൽ ഇന്ന് മുജാഹിദിന്റെ ഒരു വിഭാഗം മറു വിഭാഗങ്ങളോട് ചോദിക്കുകയാണ്. സക്കാത്ത് സംഘടിതമായി കൊടുക്കാൻ എന്ത് ന്യായമാ കൂട്ടരെ നിങ്ങൾക്കുള്ളത്? എന്ന് പറഞ്ഞാൽ ബൈത്തുൽമാലാണോ? പി അബ്ദുൽ മദനി എന്ന് പറഞ്ഞാൽ അമീറാണോ? ഉണ്ണിക്കുട്ടി മൗലവി എന്ന് പറഞ്ഞാൽ അമീറാണോ? നമ്മൾ അന്ന് ചോദിച്ചതേ ചോദ്യങ്ങൾ ഒന്നുകൂടി ഗൗരവത്തിൽ ചോദിക്കുകയാണ്. അൽഹംദുലില്ലാഹ് കഴിഞ്ഞ 2-3 മാസങ്ങൾ മാത്രം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ എത്ര മാറ്റങ്ങളാ വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കാലത്ത് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അൽഹംദുലില്ലാഹ് ഓരോ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പറയാൻ കഴിയും, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കഴിഞ്ഞ 90 വർഷം ആദർശ വിശുദ്ധിയുടെ 90 വർഷമാ. അങ്ങനെ പറയാൻ കഴിയില്ല, അങ്ങനെ എടുത്ത് പറയാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടോ മുജാഹിദ്? 100 വർഷം കഴിഞ്ഞ 100 വർഷം. പക്ഷെ എന്താ മുജാഹിദ് പറഞ്ഞത്? 100 വർഷമായിട്ട് ഞങ്ങൾക്ക് എന്താ തോന്നിയെന്ന് മനസ്സിലായിട്ടില്ല. ഞാനതുകൂടി കണക്കിലെത്തട്ടെ. ഒരു സഹോദരൻ എത്തിയിട്ടുണ്ട്, അദ്ദേഹം ചോദിക്കാൻ നിൽക്കുകയാണ്. 100 വർഷമായിട്ട് നമ്മൾ പറയുന്നു, 90 വർഷക്കാലത്ത് നമ്മൾ പറഞ്ഞ ആദർശത്തിലേക്ക് കേരളത്തിലെ വിജയികൾ മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം 100 വർഷം പിന്നിട്ടു എന്ന് പറയുന്ന വഹാബികൾക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്നില്ല. ഓരോ വർഷങ്ങൾ കഴിയുമ്പോഴും മുൻഗാമികളെ കുറിച്ച് ഇപ്പോഴുള്ളവർ പറയുന്നു അവർ പഠിച്ചു. അങ്ങനല്ലേ പറയാൻ കഴിയുന്നു? 100 വർഷം പിന്നിട്ടു എന്ന് പറയുന്ന സലഫികളെ കുറിച്ച്, വഹാബികളെ കുറിച്ച് അവരുടെ മുഷാവറയിലെ പ്രധാന അംഗമായിരുന്ന ഗ്രാൻഡ് മുഫ്തിയായിരുന്ന പറയുന്നു. എന്താ അദ്ദേഹം പറയുന്നത്? 100 വർഷമായി എന്നല്ലാതെ നമ്മൾ പലർക്കും തിരിഞ്ഞുകൊണ്ട് എന്താ ഒരാൾക്കും തിരിഞ്ഞിട്ടില്ല. ഇപ്പൊ വിശദീകരണം തുടങ്ങുന്നേ ഉള്ളൂ. നിങ്ങൾ നോക്കൂ, 1 നൂറ്റാണ്ട് പിന്നിട്ടു എന്ന് പറയുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം ഇപ്പൊ വിശദീകരിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ആദർശം എന്താണെന്ന് ഇപ്പോഴാ വിശദീകരിക്കും. 1 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് വിശദീകരിച്ച് മണിക്കൂറുകൾ വിശദീകരിച്ചിട്ടും മൂവർ സംഘത്തിന് തോന്നുക ആളുകൾക്ക് ക്ലിയർ ആയില്ലേ ആവൂല. കാരണം ഇല്ലാത്തുണ്ടാക്കല്ലേ. നമ്മൾ ആക്ഷേപിക്കല്ലോ.
അതാ ഞാൻ പറഞ്ഞത് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. 90 വർഷം കഴിഞ്ഞാൽ നമുക്ക് പറയാനുള്ളത് മുത്തനബി പഠിപ്പിച്ചത് തന്നെയാണ്, സഹാബത്ത് പഠിപ്പിച്ചത് തന്നെയാണ്, പൂർവികരായ ആലിമീങ്ങൾ സലഫ് സ്വാലിഹീങ്ങൾ കാണിച്ചെന്ന മാർഗമാണ്. ഒന്നുമേ തിരിച്ചേണ്ടി വന്നിട്ടില്ല, ഒന്നുമേ മാറ്റേണ്ടി വന്നിട്ടില്ല. വിശ്വാസപരമായ ഏത് കാര്യം എടുത്തു നോക്കൂ നിങ്ങൾ. ഒന്ന് പറയട്ടെ, ഇന്നത് മാറ്റി എന്ന് പറയാൻ കഴിയുമോ? ഒന്നുപോലും ഉറച്ചു എന്ന് പറയാനില്ല. ഇതിൽ ഒന്ന് ഞങ്ങൾ അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഏതായാലും ചോദിക്കാൻ പ്രിയ സഹോദരൻ ഞാൻ അദ്ദേഹത്തിന് അവസരം കൊടുക്കുന്നു. ഇൻഷാ അല്ലാഹ് അദ്ദേഹം ചോദിക്കട്ടെ. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അതിനുശേഷം സമയാസ്പദമായി കൊണ്ട് സമയബന്ധിതമായി കൊണ്ട് പറയാം. പറയുന്ന വിഷയം ശരിക്ക് സഹോദരൻ പല ഭാഗത്തും നമ്മൾ കണ്ടാവുന്നുണ്ട്, നമുക്ക് പരിചയമുള്ള. അപ്പോ പറയുന്ന വിഷയങ്ങളൊക്കെ അന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇനി വരുമ്പോഴൊക്കെ വിഷയം പഠിച്ചു വരണം. ഞങ്ങൾ എന്തെങ്കിലും പറയുമ്പോഴേക്ക് ഞങ്ങൾ മോനോട് ചോദിക്കട്ടെ, അവിടെ നോക്കിയിട്ട് വരട്ടെ. ആ പഠനം ഉള്ള നേരം വിശദമായി ചോദിക്കുക. ഇൻഷാ അല്ലാഹ് ചോദിക്കുമ്പോൾ തിരിച്ച് ചോദിക്കാൻ അവസരങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഉപയോഗപ്പെടുത്തി നല്ല തരത്തിൽ ചോദിക്കുക. പേരും സ്ഥലമൊക്കെ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ചോദ്യങ്ങളിലേക്ക് കടക്കാവുന്നതാണ്.